നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ബ്ലോക്ക് പാറ്റേണിൽ എങ്ങനെയാണ് ഒരു കോഡ് എഴുതുന്നത് നോക്കിയത്. രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ആർക്കിടെക്ചർ എന്താണെന്നും അതിലെ ഡിഫറെൻറ്റ് ലേയേഴ്സ് എന്താണെന്നുമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ആ ബ്ലോക്ക് പാറ്റേൺ ഉപയോഗിച്ച് ഒരു API ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് എ മോസ്റ്റ് ഡിമാൻഡഡ് വീഡിയോ. എല്ലാവരും തന്നെ എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ക്ലീൻ ആർക്കിടെക്ചർ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് API ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊരു ഓപ്പൺ API ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് പോസ്റ്റ് ഗെറ്റ് ചെയ്യാനുള്ള API. ഓക്കെ, നിങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. വൺസ് നിങ്ങൾ ആ ഐഡിയ എന്താണെന്ന് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് ബാക്കി അതിന്റെ എൻഡ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ വീഡിയോ ഞാൻ ഒരൊറ്റ എൻഡ് പോയിന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ വേർഡ് ടു ആഡ് അതർ തിങ്സ്, എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള കാര്യം ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ വെൽക്കം ടു ദ വീഡിയോ. ലാസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. ദാറ്റ് മീൻസ് ക്ലീൻ ആർക്കിടെക്ചറിന്റെ വീഡിയോ കാണണം. ബിക്കോസ് ഐ എം ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ക്ലീൻ ആർക്കിടെക്ചർ ഇൻ ദിസ് വീഡിയോ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ക്ലീൻ ആർക്കിടെക്ചർ എന്നാണ്. ആൻഡ് ഐ വിൽ ഷോ യു, ഐ ജസ്റ്റ് റീക്യാപ്പ് ദാറ്റ് തിങ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ സ്ലൈഡ്സ് ഒന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ നമുക്ക് വേണ്ടത് swap the display. Okay, and this is what we discussed. These are the different layers in your application. That means you have application layer, and I told you application layer contains a UI and also the state management logic. Then you have the domain layer, that is the innermost layer. Then inside that domain layer you are going to write your business logic. So okay, I already explained that things. I am going to bore you. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബോർ അടിപ്പിക്കുന്നില്ല. അതിലായിരിക്കും നമ്മുടെ ബിസിനസ് ലോജിക് ഉണ്ടാവുന്നത്. Then you have some helper functions like entities. Then you have entities helper functions അല്ല, entities എന്ന് പറയുന്നത് see actually that there are some classes. നിങ്ങൾക്ക് യൂസ് കേസസ് ഉണ്ടായിരിക്കും. use cases are simple methods. Then you have the data or infrastructure layer, and where your actual data models and adapters reside. That means external communication ഒക്കെ happen ചെയ്യുന്നത് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിരുന്നു. എന്തൊക്കെയാണ് ഈ ബിസിനസ് ആപ്ലിക്കേഷൻ ലെയറിൽ ഉണ്ടാവുക. ദാറ്റ് മീൻസ് യു ഹാവ് വിഡ്ജറ്റ് പ്രസന്റേഷൻ, ദെൻ യൂസ് കേസസ്, എൻറ്റിറ്റീസ്, റെപ്പോസിറ്ററീസ്. ആൻഡ് റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് it contains both inside your infrastructure layer and domain layer. Okay, I'll explain that how to write. I'll show you how to write that. Then ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു അബ്സ്ട്രാക്ഷനും ഡിഫറെന്റ് ലെയേഴ്സും എങ്ങനെയാണ് ഇത് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ. അതിൽ ഓരോ ലെയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്താണ് ജസ്റ്റ് നോക്കിയതാണ്. ഇതിൽ ഇങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്. ആക്ട് മീൻസ് നമ്മളൊരു ഫ്രണ്ട് UI നിന്നും ഒരു റിക്വസ്റ്റ്, അതായത് ബട്ടൺ ക്ലിക്കിൽ നമുക്ക് എന്ത് വേണം, യു നീഡ് ഡാറ്റ. അതല്ലെങ്കിൽ UI ആ പേജ് ലോഡ് ആകുമ്പോൾ യു നീഡ് സം ഡാറ്റ. ദെൻ യു ആർ സെൻഡിങ് adding that event to your block. Then block എന്ത് ചെയ്യും, block demands that data from your repository. റെപ്പോസിറ്ററിന്ന് ഡാറ്റ വേണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ പിന്നെ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല. നമുക്ക് ആക്ച്വൽ കോഡാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഹാവ് എൻ ആപ്പ് ദാറ്റ് ഷോസ് സിംപിളി എന്ത് ചെയ്യും, APIന്ന് പോസ്റ്റ് ഫെച്ച് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് കാണിക്കണം. നമ്മുടെ ഫ്രണ്ട് എൻഡിൽ ഒരു ലിസ്റ്റ് വ്യൂവിൽ എന്ത് ചെയ്യണം, പോസ്റ്റ് കാണിക്കണം. ആ പേജിൽ ഓർഡായി വരുമ്പോൾ ഓൾ ദ പോസ്റ്റ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ദെൻ നമ്മൾ ഈവന്റ് ജസ്റ്റ് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമ്മളൊരു ബട്ടൺ ക്ലിക്കിനകത്ത് ജസ്റ്റ് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളൊരു API നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ JSON പ്ലേസ് ഹോൾഡറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് API, ഓപ്പൺ ആയിട്ടുള്ള ഒരു പോസ്റ്റ് API, അതിനകത്ത് ഓതന്റിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് വൺസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഐ ആം ഡാം ഷുവർ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് അലോൺ. നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ലെറ്റ് മീ ടേക്ക് മൈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുത്തിട്ട് അതിനകത്ത് go to file menu, then create a new Flutter project. Okay, and take the path. Okay, then give a name,
post block app. You can give any name. Then I'm not to give any descriptions. It's application, and you can have this on some domain. Okay. Then I don't want Windows and Mac, Linux. I want Android, iOS, and web. Okay. Let's create this. Okay. So our project create just boilerplate code delete clean. Okay. So comfortable and close this readme, and if you are first you go to your pubspec.yaml, and it contains a lot of unwanted comments. Then I'm going to clean it up and everything. I don't need this thing on because we already know what all these things are. Then okay, let me put this here. Maybe future assets are adding on the referring, you can use that. I'm not going to any font here, so I don't need this thing. Okay, so this is our pubspec. Then go to lib, you have the main.dart file. Okay, everything is clear. We'll clear this main.dart in a bit. Okay, just This is folder structure create. Folder structure create main item 3 layers. One your application layer. I'm starting from the top. Application layer. Then you have your domain layer. Okay. Then you have directory called data. Okay. These are the 3 different layers we have. Okay, and I told you the application layer contains all the presentation. Presentation layer contains all the presentation. That means all the widgets, pages, screens. Then adin state manage presentation logic. Okay, so I'm going to have something called a core folder here. Okay, and a core means either different pages sharing either common share individual feature individual functionality common core core see, suppose you are going to use a theme. I'm going to have a services folder, and let me have plural because it contains more than one services. Then you can have widgets. Okay, some widgets reusable components screen particular feature specific hold. Okay, so we need one more folder called features, or you can have pages because actually these are UIs. So pages features. Okay, and inside the feature you can create the other folders. Okay, I'll show you what are the different folders and how to create that. Okay, this features implement just to post API post fetch post home page post feature post related feature name I'm going to call this thing post in the page. POSTS post folder. Okay, then this post this post page reusable widgets modularity widget. You can have a widget. Then obviously the post page or a dot file. I'm going to have your post underscore page in the page or file. Okay, so let's begin with this post underscore page. UI this is services folder. See, theme theme app level theme. That theme
മൊത്തം ആപ്പിൽ അല്ലെങ്കിൽ തീം ടോഗിൾ ചെയ്യണം, ഡാർക്ക് മോഡ് ലൈറ്റ് മോഡൊക്കെ ടോഗിൾ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഉപയോഗിക്കുമ്പോൾ വേറെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്, നിങ്ങൾക്ക് ക്ലബ് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ. അതിപ്പോൾ ഈ ടീം മാനേജ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ടോഗിൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സിംപ്ലി എന്ത് ചെയ്യാൻ കഴിയും, ഒരു പ്രൊവൈഡർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം. സോ ലെറ്റ് മീ ആഡ് എ പ്രൊവൈഡർ ഹിയർ. സോ ഫ്ലട്ടർ pub add provider, or you can go to your pub spec directly, then you can add that path in the under the dependency. So ഞാൻ ഇവിടെ വന്നിട്ട് പ്രൊവൈഡർ പാക്കേജ് ആഡ് ചെയ്യാണ് ചെയ്തത്. ഐ തിങ്ക് ഐ ഹാവ് an issue with my internet. Okay, so let me check it. No, it's not added. Now you have provider here. ഇനി നമുക്ക് ഈ പ്രൊവൈഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് യുവർ തീം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകണം, ഞാൻ LIBയിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഫയൽ കോൾഡ് theme.dart, ആൻഡ് ദിസ് വീഡിയോ ഇസ് എ ലെങ്തി വീഡിയോ. ഓക്കെ, ഐ എം ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയോട് കൂടി ഇരുന്ന് കാണണം, ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് വർത്ത് വാച്ചിങ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. നമുക്ക് ഓൾറെഡി തീമൊക്കെ അറിയുന്ന ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, ആൻഡ് ഡോണ്ട് സ്കിപ്പ് ദ ബ്ലോക്ക് പാർട്ട്. ഓക്കെ, സോ theme.dart എന്ന് പറഞ്ഞ ഫയൽ എഴുതി. അതിൽ ഞാൻ യു ക്യാൻ ക്രിയേറ്റ് സം ക്ലാസ്. യു ക്യാൻ ഹാവ് എ ക്ലാസ് കോൾഡ് app theme. Okay, this is a class. I'm going to have a constructor app theme, and let me make it a private one. You can do private like this. Okay, this is a private constructor. You can create you can't create an instance of this constructor. Then I'm having some colors. So ഞാനത് തീം മൊത്തത്തിൽ ആദ്യം പോലെ ഞാൻ എഴുതുന്നില്ല. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ലെറ്റ് മീ കോപ്പി ദ ഓൾ കണ്ടന്റ്. ഞാൻ ഓൾറെഡി എഴുതി വെച്ചൊരു തീമെന്ന് ഞാൻ ഈ കണ്ടന്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ലൈറ്റ് മോഡിൽ എന്ത് കളർ, ഡാർക്ക് മോഡിൽ എന്ത് കളറായിരിക്കും, അങ്ങനത്തെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ട്രൈ ദിസ്. ഐ ഷെയർ ദ ലിങ്ക് ഹിയർ. Then obviously you need the material thing, because നമ്മൾ മെറ്റീരിയൽ പാക്കേജിലെ കളേഴ്സും അങ്ങനത്തെ കാര്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യും. ആൻഡ് യു ഹാവ് ദ ലൈറ്റ് മോഡിന്റെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് മോഡിന്റെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ടെക്സ്റ്റ് സ്റ്റൈൽസ് ലൈറ്റ് മോഡിലും ഡാർക്ക് മോഡിലും എങ്ങനെയായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്താണ്, ഈ ലൈറ്റ് തീമും ഡാർക്ക് തീമും എന്താണെന്ന് എഴുതാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ്, ഇത് ഞാൻ എഴുതാം, സ്റ്റാറ്റിക് ഫൈനൽ തീം ഡാറ്റ ലൈറ്റ് തീം, LIGHT, light theme, equal to, it is coming from the theme data. And if you want to use the material 3, and by default material 3 on ആണ് പുതിയ Flutter version. If you check your Flutter version, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, Flutter -version, and it will show you what is the version of your Flutter. Then you can see it's the latest one. So അതിൽ by default എന്താണ്, I think the material 3 എന്ന് പറയുന്നത് ഓൺ ആണ്. ബട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, I'm going to make this again true. Then first I'm going to declare the scaffold background colors. Scaffold background color എന്ന് പറയുന്നത് our primary color ആയിരിക്കണം, light primary color ആയി. And we already defined this thing here. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് പ്രൈമറി കളർ എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Okay, then come down. ഇനി നമുക്ക് വേണ്ടത്, I want an app bar theme. So you can call the app bar theme, and that should be a const app bar theme. Okay, app bar theme നകത്ത് കുറേയേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആപ്പ് ബാറിന്റെ കളർ എന്താണ് വേണ്ടത്, കളർ എന്ന് പറയുന്നത് ലൈറ്റ് മോഡിൽ ആപ്പ് ബാർ ലൈറ്റ് കളർ ലൈറ്റ് എന്ന് പറഞ്ഞ കളർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ആപ്പ് ബാറിൽ വരുന്ന ഐക്കൺ എന്ത് കളറിൽ വേണം, ഐക്കൺ തീം. So you can have some icon theme data. Then color should be, I think I have an icon color here. Icon color. Okay, yes, icon color is there. Then that's it. You can have a color scheme. Okay, color scheme. Then color scheme dot light. Okay. Then the primary. Primary എന്ന് പറയുന്നത് underscore light primary ആണ്. Then
color scheme dot light, that means underscore light primary. What is the error here? Argument can't be assigned to the parameter by its card theme. I think I misspelled it. It is color scheme. Okay, so light primary, then your on primary color, that should be underscore light on primary. Okay, then you have the secondary color എന്ന് പറയുന്നത് your accent color underscore accent color is there. Okay, then primary container is underscore light theme text. We already defined all these things. Light text theme, light text theme. Okay, then if you have a bottom bar theme, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളേഴ്സ് ഒക്കെ കൊടുക്കാം. ലൈറ്റ് അണ്ടർസ്കോർ ലൈറ്റ് ടെക്സ്റ്റ് theme. I think it's not part of the color scheme. It's part of the text theme. Sorry. Then primary container comes here. Primary container underscore light primary color. Primary, you have something. There are a lot of things made in color. Okay, we already defined this thing, and you have to write this for your dark theme also. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഡാർക്ക് തീമിന് എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഡ് എഴുതാം. ആൻഡ് ദിസ് ഷുഡ് ബി എക്സാക്ട്ലി സെയിം ആണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെറ്റ് മീ കോപ്പി ദാറ്റ് തിങ്. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു, ജസ്റ്റ് പ്രൈസ് ചെയ്തു. ഐ ഹാവ് ദാറ്റ് ഡാറ്റ വിത്ത് മീ. ഞാൻ ഓൾറെഡി എഴുതിയത് ഇവിടെ ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് യുവർ തീം ഫയൽ. I just reformatted it, and this is your theme file, and I'll give you the code, and you can refer this code. Okay, don't worry. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് കളേഴ്സും ടെക്സ്റ്റിന്റെ സ്റ്റൈലൊക്കെ ഡിഫൈൻ ചെയ്തു. ദെൻ ഡാർക്ക് മോഡിൽ എന്തായിരിക്കും, ലൈറ്റ് മോഡിൽ എന്തായിരിക്കും, ഇത്രയും കാര്യം ചെയ്തു. ഇനി നമുക്ക് വേണ്ടത്, we need to come here inside your service class. Okay, inside your service class, I'm going to have a new file. That file name is theme service. It's a dot file. Theme underscore service എന്നൊരു ഫയൽ ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദാറ്റ് ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ തീം ടോഗിൾ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോം പേജിൽ ഒരു സ്വിച്ച് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും. സ്വിച്ച് മീൻസ് ഒരു വിഡ്ജറ്റ് ഉണ്ടല്ലോ, സ്വിച്ച് എന്ന് പറഞ്ഞ് വിചാരിച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോഗിൾ ചെയ്യാം, തീം ടോഗിൾ ചെയ്യാൻ പറ്റും. So അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, I'm going to have a class here that is called theme service, and it's a provider class. You can call provider. Extends change notifier. I think we already automatically imported that thing. Okay, then toggle ചെയ്യുമ്പോൾ whether it is light mode or dark mode, ഈ രണ്ട് കാര്യമാണ്. അപ്പോൾ ഒരു ഡാർക്ക് മോഡ് ആണോ അതോ ലൈറ്റ് മോഡ് ആണോ. അപ്പോൾ നമുക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു ബൂലിയൻ വാല്യൂ ആണ്. അപ്പോൾ we are going to define a bool value here. Bool is dark mode on എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കി. Right now it is false. Okay, now you have to write a method toggle theme എന്നൊരു മെത്തേഡ് ഉണ്ടാക്കണം. യു ക്യാൻ ഗിവ് എനി നെയിം. ജസ്റ്റ് ഗിവ് തീം ആയതുകൊണ്ട് തീം എന്നുള്ള പേര് കൊടുത്തതേ ഉള്ളൂ. ഈസ് ഡാർക്ക് മോഡ് ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, വി നീഡ് ടു ചേഞ്ച് ഇറ്റ്. വി നീഡ് ടു ടോഗിൾ ദിസ് തീം. നമ്മൾ എന്ത് ചെയ്യണം, ഈസ് ഡാർക്ക് മോഡ് ഓൺ, അതിന് നേരെ നെഗേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിനൊക്കെ എന്ത് ചെയ്യണം, നോട്ടിഫൈ ലിസണേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ നമ്മൾ എന്ത് തീം പ്രൊവൈഡർ എന്ന് പറയുന്നത്, തീം ടോഗിൾ ചെയ്യാൻ വേണ്ടത്. ദെൻ കം ടു യുവർ മെയിൻ ഡോട്ട് ഡാറ്റ്. നമ്മൾ ഓൾറെഡി എഴുതിയ മെയിൻ ഡോട്ട് ഡാറ്റിൽ വരിക. ആൻഡ് ഈ മെയിൻ ഡോട്ട് ഡാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു കോൾ ദിസ് തീം സർവീസ്. ഈ തീം സർവീസിനെ കോൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് മീ റീറൈറ്റ് മൈ മെയിൻ ഫംഗ്ഷൻ ആൻഡ് ഐ ഹാവ് മൈ run app here. നമ്മളെ run app ഇവിടെ ഉണ്ട്. And let me have this with me. Then I'm going to call the change notifier provider. Change notifier provider എന്ന് കോൾ ചെയ്തു.
Okay, and that is you have to create something, create context, then the theme service, which theme service provider. Okay, then it has a property called child. Okay, child should be child should be your const my app. Okay, clear? Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളുടെ പ്രൊവൈഡറിനെ പാസ് ചെയ്തു. ഇനി ആരാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്? ഇത് കൺസ്യൂം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ ആപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ റൂട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ആപ്പ് നിങ്ങൾക്ക് തീം ആ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ട്രീയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ആപ്പ് ഇൻഹെറിറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ കൺസ്യൂമർ. കൺസ്യൂമറിന് ബിൽഡർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. Then this is going to build something. So you can have the context, obviously the context. Then you can have the theme service, then the child, and this is going to return. I'm going to copy this on. Okay, and ഇവിടെ ഒരു സെമിക്കോളം വേണം. And you have to mention which is the provider. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് പ്രൊവൈഡർ ആണ്. Sorry, this should be theme service provider. Okay, and I don't need this thing. I'm going to delete this thing. Okay, the material app. Now you have to define your theme here. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ theme നമുക്ക് എന്ത് ചെയ്യണം, define ചെയ്യണം. Okay, let me comment this. Then ആദ്യം നമ്മൾ ചെയ്യുന്നത്, let me turn off the debug banner. Debug show checked mode banner is false. Then come here, your theme എന്ന് പറയുന്നത് theme mode. ഓക്കെ, ഈ തീം മോഡ് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഏത് തീം സർവീസ്, അതായത് ഈ ബൂലിയൻ വാല്യൂ ഈ തീം സർവീസിൽ എഴുതിയ ഡാർക്ക് മോഡ് ഓൺ ആണെങ്കിൽ നമുക്ക് ഡാർക്ക് തീമാണ് വേണ്ടത്, ഡാർക്ക് മോഡ് ഓഫ് ആണെങ്കിൽ ലൈറ്റ് തീമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം തീം സർവീസിലെ ഈസ് ഡാർക്ക് മോഡ് ഓൺ എന്ന് പറയുന്നത് ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് തീം മോഡ് എന്ന് പറയുന്നത് തീം മോഡ് ഡോട്ട് ഡാർക്ക് ആയിരിക്കും. Otherwise it is theme mode dot light ആയിരിക്കും. Okay, then ഇനി the theme എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്, തീം ഡാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. I don't want this theme data. തീം എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ആപ്പ് തീമിനകത്ത് നിന്ന്, that is a private class, that is app theme dot light theme. Initially that is a light theme. Then the dark theme എന്ന് പറയുന്നത് app theme dot dark theme. Okay, so there is no error. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മളുടെ the core service, അല്ലെങ്കിൽ ഇത്തരം സർവീസുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ core എന്നുള്ള ഫോൾഡറിൽ വരിക. ഇനി നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും വിഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കോമൺ ആയിട്ട് സ്ക്രീൻസ് ഒക്കെ ഷെയർ ചെയ്ത് പോകുന്ന വിഡ്ജറ്റുകളിൽ യു ക്യാൻ പ്ലേസ് ദാറ്റ് വിഡ്ജറ്റ് ഇൻസൈഡ് ദിസ്, ഈ കോറിന്റെ അണ്ടറിൽ വരുന്ന വിഡ്ജറ്റ്സ് ഫോൾഡറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ലെറ്റ് മീ ടേക്ക് മൈ എമുലേറ്ററിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ദ ആപ്പ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ഇതാണ്. ആൻഡ് ദിസ് ഇസ് ഡൺ ബൈ ദ ബ്ലോക്ക്. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു അച്ചീവ്. ഇത് ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ തീം എന്ത് ചെയ്യണം, മാറണം. അത് നമ്മൾ പ്രൊവൈഡറാണ് ഉപയോഗിച്ചത്. ബട്ട് ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റികൾക്ക് നമ്മൾ എന്ത് ഉപയോഗിക്കും, വിൽ യൂസ് ബ്ലോക്ക്. Okay, let me run this. ഇപ്പൊ ഞാനിവിടെ ഇത് ടോഗിൾ ചെയ്യുമ്പോൾ കാണുന്നില്ലേ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ റിഫ്രഷ് ദിസ് തിങ്. ഞാനിവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് ബ്ലോക്ക് ഒന്നുകൂടി എന്ത് ചെയ്യും, ബ്ലോക്കിലേക്ക് ഒരു ഈവന്റ് ആഡ് ചെയ്തു, ഗോൺ ഫെച്ച് സം ഡാറ്റ. അപ്പൊ എന്ത് ചെയ്യും, ഡാറ്റ ഫെച്ച് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇത് കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഈ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, we are going to create. ഓക്കെ, അപ്പൊ നമ്മളുടെ തീം ഇത് റണ്ണായി വരട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ ചെയ്തെന്നുള്ളത് ഒന്നുകൂടി നമുക്ക് റീക്യാപ്പ് ചെയ്യാം. വി ജസ്റ്റ് ക്രിയേറ്റഡ് എ തീം ഡോട്ട് ഫയൽ ആൻഡ് വി ഡിഫൈൻഡ് ഓൾ ദ സ്റ്റൈൽസ് ഹിയർ, തീം സ്റ്റൈൽസ്. Then we just created
the themes provider, and ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു പൂൾ വേരിയബിൾ ഉണ്ടാക്കി അതിനകത്ത് വാല്യൂസ് എങ്ങനെ ടോഗിൾ ചെയ്യുന്ന എഴുതി. ദെൻ അത് നമ്മൾ കൺസ്യൂം ചെയ്തത് എവിടെ നിന്നാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു, മെയിൻ ഡോട്ട് ഡാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ട്രീയിലേക്ക് എന്ത് ചെയ്തു, പാസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് വി ആർ ഗോയിങ് ടു ബിൽഡ് ദിസ് UI. ഈ ഒരു UI ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഹാവ് എൻ എറർ ഹിയർ. Okay, there is some dot.js. Okay, I don't need this thing. Okay, onnodu run out. I think I have an issue with the emulator. Something is system UI isn't responding. Okay, let me create a new file here. New. Yes, inside the post we are going to create a new file. I think. Already we created this pages. Okay, and let me move this page into this thing. A post line ഉള്ളിലേക്ക് ഞാൻ മാറ്റാണ്, and widgets എന്ന് പറയുന്നത് ഞാൻ ഇതിനുള്ളിലേക്ക് മാറ്റാണ്. ഞാൻ നേരത്തെ പുറത്താണ് ഉണ്ടാക്കിയത്, ക്ലിക്ക് ചെയ്ത് മാറിയതാണ്. ഡോണ്ട് വറി. സോ ഇവിടെ പോസ്റ്റിന്റെ ഉള്ളിൽ അതുമായി റിലേറ്റ് ചെയ്ത വിഡ്ജറ്റ്, പോസ്റ്റിന്റെ പേജ്, ഇനി ഇതിന്റെ ബ്ലോക്ക് ഇതിന്റെ ഉള്ളിലാണ് വരിക. ഈ ഫീച്ചേഴ്സിനകത്ത് ഇനി ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെന്ന് ചോദിക്കുക. ഓത്ത് ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഓത്ത് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കും. ഓതുമായി ബന്ധപ്പെട്ട വിഡ്ജറ്റ്സ്, ഓത്ത് പേജ്, അതിന്റെ ബ്ലോക്ക്, അങ്ങനത്തെ കാര്യമൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവും. അങ്ങനെ മൊത്തം ഫീച്ചേഴ്സിനകത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മളെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഐ ഹാവ് എൻ ഇഷ്യൂ വിത്ത് എമുലേറ്റർ. ലെറ്റ് മീ ഫിക്സ് ദാറ്റ് ഫസ്റ്റ്. ഓക്കെ, ഞാൻ എമുലേറ്റർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെ ആപ്പ് റണ്ണായി വന്നു. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ നമ്മുടെ പ്രൊവൈഡറൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ തീം സർവീസ് പ്രൊവൈഡർ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ പോസ്റ്റ് ഫോൾഡറിനുള്ളിൽ പോസ്റ്റ് പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ ഡിസൈൻ ദിസ് പോസ്റ്റ് പേജ് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ പോസ്റ്റ് പേജിൽ ഒന്നുമില്ല, നമുക്ക് എല്ലാ പോസ്റ്റും നമുക്ക് അവിടെ കാണിക്കണം. അപ്പോൾ that should be a material. Let me import that thing, and this should be a stateless widget. Right now we are going with stateless, and this should be post page. Okay, you can give a post page here, post page, and this is going to return a scaffold. Okay, and let me save this and put the semicolon here. Now you have your post page, and let me call that post page here. ഇവിടെ നമ്മളെ ഹോമിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടേക്കണം, അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാത്തത്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ പോസ്റ്റ് പേജിനെ കോൾ ചെയ്യണം, പോസ്റ്റ് പേജ്. ഓക്കെ, ആൻഡ് സേവ് ദിസ് തിങ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് പേജ് വന്നു. ആൻഡ് യു ക്യാൻ സീ ദ ബാക്ക്ഗ്രൗണ്ട് കളർ, നമ്മൾ കൊടുത്ത സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ കം ഹിയർ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ഡിസൈനിങ് ദ പേജ്. ആൻഡ് ഇത് ഏത് ലെയറാണ്? And this is your application layer. I told you application layer contains all the stateless അല്ലെങ്കിൽ UI. നമ്മൾ എല്ലാ UI എലമെന്റ്സും അതിനകത്തായിരിക്കും വരിക. അതിന്റെ ബിസിനസ് ലോജിക്കും അതിനകത്തായിരിക്കും നമ്മൾ എഴുതുക. ഓക്കെ, സോ ദിസ് ഷുഡ് ബി പോസ്റ്റ് പേജ്. എന്തായിരിക്കും പോസ്റ്റ് പേജിൽ നമുക്ക് എന്ത് വേണം, നമുക്കൊരു ആപ്പ് ബാർ വേണമെന്നായിരിക്കും. ലെറ്റ് മീ ആഡ് an app bar. Okay, save this. Now you have an app bar because already we defined the color of the app bar. Then let me add the title should be a text widget. Okay, and text widget. Then ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, just post app using block എന്ന് കൊടുത്തു. And that should be inside double quotes because it's a string. That's why mistake. Okay, then save it. Now you have a text here. Then I need the style. Okay, സ്റ്റൈൽ വരുന്നത് നമുക്ക് എവിടുന്ന് വരണം, തീം ഡാറ്റയിൽ നിന്ന് വരണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവറി ടൈം കുറേ ടെക്സ്റ്റിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തീം ഡോട്ട് അല്ലെങ്കിൽ തീം ഡാറ്റ ഡോട്ട് തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് എന്ന് പറഞ്ഞാൽ വിളിക്കാതെ എവറി ടൈം അവിടെ പോയി ഫെച്ച് ചെയ്തെടുക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ലോഡ് ഇറ്റ് ഹിയർ. തീം ഡാറ്റ ഈക്വൽ ടു തീം ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. Okay, now you can use theme data for this instead of theme dot of context. It should be theme data dot text theme, and you can have the title. Which one? Medium. Okay, let me take the medium. Now you have a smaller text here. Okay, ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്കൊരു ആക്ഷൻ ബട്ടൺ ഉണ്ടാക്കാം. അതായത് എന്തിനു വേണ്ടി, ഇത്
switch unload team. I'm going to write the action here and call the switch. There is a widget called switch. Okay, I think you already know that switch. SWI. The switch is capital switch. Okay, and switch in the speciality. Switch switch in a value then a value in the param. A switch change toggle okay. Toggle and this context, you can have an underscore here. Then the value. Value we already passed this here. Either theme service value pass already pass material app. Theme service and the provider consume consume your theme service provider. I think you have to use provider.of context. Okay, sorry, it's my mistake. Provider dot of context in the this should be theme service provider context. Okay, and context dot is dark mode, and you have to import the provider here. Okay, then come here is dark mode on. A value on pass you need the on change. Let me format this thing and let me hide this. Okay, this change normally we set state to change variable declare state management provider, and this is not a video about provider, but only theme provider. I'm going to copy this again. Copy do. Context toggle theme and I don't want to continuously listening this thing, so listen false. Okay, let me save this. Now you have a switch here. Now you can see it's changing. Our theme toggle in the okay. That is very simple, and you can customize the switch here, and you can have an active color. Active color see, colors define because I'm switch my theme colors.green, and let me save this. Then active color active color green. Then inactive track in the color, track outline. I can have a track outline here, and that should be material state property dot all material state property dot all track outline color. That should be material state property dot all, and the color is track in outline. Track outline black outline. Outline let me make this transparent and save it. Save it. Now you can see outline out of the point down. Then inactive color inactive thumb inactive track color. That should be a blue gray. Save it. Now it is a blue gray. And inactive thumb color inactive thumb color. That should be black. I need a black 87. Okay. I think this is thumb. Okay, then that's it. Okay, style, and this is how you write things inside your
service folder, widget, and any widgets you are using in different pages, അല്ലെങ്കിൽ different page across ഉപയോഗിക്കുന്ന widgets ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ കൊണ്ടിടാം. Then ഇപ്പോൾ നമ്മൾ എഴുതിയത് ഇനി നമുക്ക് വേണ്ടത് ഈ പോസ്റ്റ് പേജിൽ ഇതിന്റെ താഴെ നമുക്ക് എന്ത് ചെയ്യണം? We need to build the UI to show your post. So come under the app bar and body. Okay, I'm going to have the body should be a container. Then height, you can keep the maximum possible height infinite, width and the infinite. Then the child should be, okay, child should be that should be a column because I need to show all post here. Column children. Here I have a text call here. All post in order post, and you can have the style. Already നമ്മൾ theme data നമ്മളെ കയ്യിലുണ്ട്. theme data dot text theme നെ call ചെയ്യാം. dot അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? display large നെ call ചെയ്യും. Now you have all post here, but I need it to be in the left side. And if anybody doesn't know the main axis alignment, I can have a video on column, row, stack in my channel. Go and watch that, and you will get a better understanding about the UIs. Okay, because I'm doing it in very fast here. Main axis alignment എന്ന് പറയുന്നത് that should be start, and the cross axis alignment obviously that is start. So both things come to the left side, and I need a padding here. Padding edge inset dot all. I'm going to give 20. Okay, now you're all post here, and under this post ഈ പറയുന്ന widgetന്റെ താഴെ നമുക്ക് എന്ത് വരണം? ഈ കോളത്തിന്റെ അടുത്ത ചൈൽഡ് ആയിട്ടാണ് നമുക്ക് എന്ത്? This is a const thing. Const, you can add a const here. Then ഇതിന്റെ താഴെ നമുക്ക് എന്ത് വരണം? നമുക്ക് നമ്മളെ ലിസ്റ്റ് ലോഡ് ചെയ്ത് വരണം. പക്ഷെ നമുക്ക് ഇനിയാണ് നമ്മൾ ആക്ച്വൽ ബിസിനസ്സിലേക്ക് വരുന്നത്. നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? ലിസ്റ്റ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് അവിടെ പോപ്പുലേറ്റ് ചെയ്ത് വരും. ഡാറ്റ ഇല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം വരണം നമുക്ക്. ദാറ്റ് മീൻസ് ഒരൊറ്റ പോസ്റ്റും ഇല്ലെങ്കിൽ അതനുസരിച്ചൊരു മെസ്സേജ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എറർ ആണെങ്കിൽ എറർ മെസ്സേജ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് നെറ്റ്വർക്കിൽ പോയി ഡാറ്റ ഫെച്ച് ചെയ്ത് വരുന്ന ഒരു ടൈം ഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഈ UIയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ റെൻഡർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഐ എം ഗോയിങ് ടു ഹാവ് എ sized box here because I need a gap here. Height ഒരു 20 height കൊടുത്തു. Sized box that is a const thing. Okay, and I need a comma because this is in a column. Column ഒരു list of widgets ആണല്ലോ. Then ഇനി ഇതിന്റെ താഴെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? I need to build that thing. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? ഇനീഷ്യലി ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാം. അതായത് ഇനീഷ്യലി നമുക്ക് വേണ്ടത് I need a center widget. The child should be a circular progress indicator. Okay, the color should be let me have a pink or purple. Okay, now you can have a circular progress indicator. ഇതാണ് നമ്മളുടെ ഫെച്ച് ചെയ്യുമ്പോൾ ഇനീഷ്യലി കാണേണ്ടത്. ഇനി ഇതിന്റെ താഴെ നമുക്ക് I'm going to have a center. ഞാൻ ആ വിഡ്ജറ്റുകൾ ഏതാണെന്ന് ജസ്റ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ സെന്റർ ഞാൻ എന്ത് ചെയ്യാണ്? ആൻഡ് അണ്ടർ ദാറ്റ് ഇവിടെ you can have this, I think, a const thing. Okay, then const ഇതിന്റെ താഴെ എനിക്ക് എന്ത് വരണം? സപ്പോസ് ദർ ഈസ് ഇനീഷ്യലി ഈ പേജ് ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് കാണേണ്ട ഡാറ്റ എന്തെങ്കിലും കാണണം. അതായത് ഇവിടെ എനിക്ക് എന്ത് വരണം? പോസ്റ്റ് ലോഡിങ്, അതായത് ഇനീഷ്യലി ആ സ്റ്റേറ്റിൽ പോസ്റ്റ് ആർ ലോഡിങ് എന്ന് കാണിക്കണം. ഓക്കെ, ആൻഡ് റിമൂവ് ദിസ് തിങ്. Child, don't forget to add the child property. Okay, and const. Okay, then ഇനി എന്തായിരിക്കും ഉണ്ടാവുക? ഇനി നമ്മളുടെ ലോഡിംഗ് സ്റ്റേറ്റ് കാണിച്ച് നമ്മളുടെ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ വന്നു. ഇനി നമുക്ക് ആക്ച്വൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരണം? യു നീഡ് ടു ഷോ ദാറ്റ് എ കാർഡ് ലൈക്ക് ദിസ്. See, I'm going to have a card here. Okay, inside that card, എനിക്ക് എന്ത് വേണം? Excuse me. കാർഡിനകത്ത് let's have a list tile. I think that is the easiest thing you can implement. The child should be a container, and let me have
I think that container is unnecessary here. Card, then list tile, okay, and it will show you title. Title should be a text widget, okay, and this is the first post. Then obviously you need a subtitle here. Subtitle that should be text, and this is post 1 body. And the content and you need to show it leading icon, leading. That should be a circle of the index. Circle of the child should be a text. Child should be a sender. You can have sender. The child should be a text. Okay, and hard code in 1. Okay, and save the card one. Okay, and let me change the color. Now you can see the color of the card is changed. Then card in color. I'm not going to do any colors or nothing. I'm going to default color. I'm going to have an expanded here. Because a column list view default full width. പക്ഷേ കോളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് ഇയാൾക്ക് എത്ര എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പറയുകയാണെന്ത് ആൻഡ് ഐ നീഡ് എ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ ബിക്കോസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ലോഡ് ഓഫ് പോസ്റ്റ്. കുറേ പോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ കാർഡ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തു, ഇൻഡെക്സ് പാസ് ചെയ്തു, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ the card here. നമ്മളെ കയ്യിലുള്ള കാർഡ് ആൻഡ് എത്ര ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ഒന്നും വെച്ചിട്ടല്ല, ഞാൻ ജസ്റ്റ് മാനുവലി ഇവിടെ ചെയ്യാണ്. എനിക്ക് 10 പോസ്റ്റ് കാണണം. ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നമുക്ക് എന്ത് വരും, യു ഗോട്ട് 10 പോസ്റ്റ്. ഇതാണ് നമുക്ക് ഇവിടെ നമ്പർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇൻക്രിമെന്റ് ചെയ്തിട്ടില്ല. നമ്പർ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആൻഡ് ദിസ് ഷുഡ് ബി $index +1. Save it. Now you have the numbers also here. ഇവിടെ നമുക്ക് numbers ഒക്കെ കാണാം. എല്ലാം post 1 എന്നാണ് വന്നിരിക്കുന്നത് because everything is post 1 here. And this is the UI we want to build. Okay. So ഇനി നമ്മൾ ആ സ്റ്റേറ്റ് അനുസരിച്ച് ഇതിൽ എന്ത് കാണിക്കണം എന്നുള്ള കാര്യം നമ്മൾ എഴുതും. Okay. So let's create the block. റെഡി അല്ലേ? ഇതുവരെ പറഞ്ഞൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ new folder inside the post folder and call it post block. Okay, now right click on that folder, new block class, then you can create post block here. Now inside this thing you have the 3 things here. 3 files automatically create ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചൊരു പ്ലഗിൻ ആണ്. ഇവിടെ you have this event, you have the state and your actual block. Okay, so let's start with the event. ഏതൊക്കെ ഈവന്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്? നമുക്ക് വേണ്ടത് പോസ്റ്റ് റിക്വസ്റ്റ് ഈവന്റ് ആണ്. ആൻഡ് ദർ ഈസ് ഓൾറെഡി എ ക്ലാസ് കോൾഡ് abstract class is the post block event. I'm going to use equatable here. Equatable എന്ന് പറയുന്ന പാക്കേജ്, and you can easily compare the classes. നിങ്ങൾക്ക് equatable പാക്കേജ് ഉപയോഗിക്കാം. Flutter pub add equatable. Okay, now this class is going to extend. This is going to extend equatable. What happened? equatable. Okay, and if equatable isn't available, you have to import this thing. Okay, so this is an abstract class, and you're going to create another class here. Class or event class ഉണ്ടാക്കുകയാണ്. And post ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത കാര്യമാണ്. പക്ഷെ അന്ന് വേറൊരു സെനാരിയോ ആയിരുന്നു. ഇപ്പോൾ വേറൊരു കാര്യമാണ് ചെയ്യുന്നത്. പോസ്റ്റ് റിക്വസ്റ്റഡ് ഈവന്റ് എന്ന് പറഞ്ഞൊരു ഈവന്റ് ഉണ്ടാക്കി. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം ദ പോസ്റ്റ് block event, and I think I misspelled
misspelled something. Okay, don't worry. Issue ഒന്നുമില്ല. ഇങ്ങനെ പോയാലും പ്രശ്നമൊന്നുമില്ല. പോസ്റ്റ് ബ്ലോക്ക് ഈവൻ പേര് സാധാരണ പോസ്റ്റ് ഈവൻ എന്നൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് ആണ്. I think it's better to rewrite this thing. നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. I just deleted everything and create new directory that is post block. Okay, then come here, block class post. Now you have your post event here, and this is going to extend equatable. Then come under create a class called post requested event. Okay, that is extending from post event class. Okay, now you have an error here because you have to implement something called the props. നമുക്കൊരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ഇവിടെ വന്നിട്ട് at override I need to implement the list, and this is from your equatable object. There's a getter, get props. Okay, then come here, copy that and paste it here. Okay, now your post requested event is here. Then you have to define the different states. Okay, we have to define the states here, and you need to import the block. I think let me remove this thing and come here. What happened here? Block. Import block package block slash. See, we forgot to add something. We haven't added the block package here, so that's a mistake. Sorry. Some mistakes. ചിലപ്പോൾ ഇടയ്ക്ക് ഇതേപോലത്തെ mistakes നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്, and don't feel bad. So you have to add the Flutter block here. Flutter underscore block. Maybe some of you noticed that. ചില ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. Flutter pub add Flutter block. Okay, then come here, and you have already now you can get that block from here. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Now you will get the block, and there is no error. Okay, then we already wrote the event here. Then come to the state class, and we have to define different states. And what are the states we are expecting? ഇവിടെ നമുക്ക് ഇതൊക്കെയാണ് ഈ UIയിൽ കാണുന്ന സ്റ്റേറ്റ്. പോസ്റ്റ് ലോഡിങ്, സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാരണം പോസ്റ്റ് ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കണം. ലോഡഡ് ഉണ്ട്, ഒരു എറർ സ്റ്റേറ്റും കൂടി ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് വരേണ്ടത്. ആ എറർ സ്റ്റേറ്റ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തിട്ടില്ല, നമുക്ക് ബിൽഡ് ചെയ്യാം. ഇതാണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് you already have an abstract class here, and that is going to extend from equatable. Okay, then you have to implement the post initial. Let me have that props here. Or override and at override. Okay, write the getter list. You can actually compare the instances using the equatable. അതായിരിക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഐ തിങ്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനൊരു സെനാരിയോ പിന്നീട് പറഞ്ഞുതരാം എന്താണ് ഇക്വേറ്റബിൾ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ തന്നെ പറഞ്ഞ ചിലപ്പോൾ കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഒബ്ജക്റ്റ് then this is a getter. Okay, then you can have the props here. That's a list. No, I think get props. Get props, not props, it's a list. Okay,
സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനീഷ്യൽ സ്റ്റേറ്റിൽ പോസ്റ്റ് ഇനീഷ്യൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോഡിംഗ് ആണ്. ലെറ്റ് മി കോപ്പി ദിസ് തിങ്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് പോസ്റ്റ് ലോഡിംഗ്. ഓക്കെ, എന്നുള്ള സ്റ്റേറ്റ് ആണ് പോസ്റ്റ്. യു ക്യാൻ യൂസ് ദ പോസ്റ്റ് സ്റ്റേറ്റ് ലോഡിംഗ്. ഓക്കെ, ദെൻ അതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും ഇനിയുള്ളത്, പോസ്റ്റ് സ്റ്റേറ്റ് ലോഡഡ് ഉണ്ട്. ലോഡഡ്. ഓക്കെ, ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആ ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ ലിസ്റ്റ് ഓഫ്. ഇപ്പം ഞാൻ ജസ്റ്റ് മോഡൽ ഉണ്ടാക്കാൻ തന്നെ ഇവിടെ എഴുതുകയാണ്, ഫൈനൽ ലിസ്റ്റ് ഓഫ് മാപ്പ് ആണ്. Then that should be a string dynamic. Then the name of this thing is post. Okay, that's a list. Okay, then come here, create a constructor post state loaded, and inside that require this dot post. Okay, then you can have that override here, override this thing. Paste it here. Okay, and ഇനി നമുക്ക് വേണ്ടത് ഒന്നുകൂടി ഉണ്ട്. അതിന്റെ പേര് എന്താണ്? എറർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ക്ലാസ് പോസ്റ്റ് state error. Okay, that extends from post state class. Okay, now error ആകുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു എറർ മെസ്സേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫൈനൽ സ്ട്രിംഗ് മെസ്സേജ്, then constructor post state error, this dot message, and make it required required required, and put the semicolon here. Then we need to implement this proxy. Okay, and that's it. That's about our events, and we have these are the 3 events here. Then come to your state class. I think I wrote this in state class. These are the different states, and already only event എഴുതിയല്ലോ. Okay, then come to your block. Then ഇനി നമ്മളുടെ ബ്ലോക്കിൽ വരിക. ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഓൾറെഡി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വി ഹാവ് ദ ഇനീഷ്യൽ പോസ്റ്റ് ഹിയർ, ദെൻ ഓൺ പോസ്റ്റ് ഈവന്റ്, ആൻഡ് നമുക്ക് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ഈവന്റ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഈവന്റ്. Okay, I'm going to replace this. നമ്മളെ ഈവന്റ് ഓൺ പോസ്റ്റ് റിക്വസ്റ്റഡ് ഈവന്റ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ അപ്പോൾ എനിക്ക് എന്ത് വരണം? ഇവിടെ എനിക്ക് വേണ്ടത് ഇനീഷ്യലി ഐ നീഡ് ടു എമിറ്റ് ദ ലോഡിങ്. എന്ത് ചെയ്യണം? പോസ്റ്റ് സ്റ്റേറ്റ് ലോഡിങ് എമിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ ഡോട്ട് ഡിലൈറ്റ്. ലെറ്റ് മീ ഹാവ് എ ഡ്യൂറേഷൻ. വിൽ ചേഞ്ച് ഇറ്റ് ഇൻ ലേറ്റർ. സെക്കൻഡ് ഷുഡ് ബി 2. ദെൻ ആഫ്റ്റർ ദിസ് ഐ നീഡ് ടു എമിറ്റ്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ഐ നീഡ് ടു എമിറ്റ് വാട്ട്? പോസ്റ്റ് സ്റ്റേറ്റ് ലോഡഡ്. അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും? പോസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് വി ഹാവ് ആൻ എറർ ഹിയർ, ആൻഡ് വി ഹാവ് an error here also, and we need to make this operation an async operation, and so we have to await. Okay, and now you have your post here, and let me create ipo nammളുടെ ഒരു ജസ്റ്റ് ഈ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എപി നല്ലാണ്ട് ജസ്റ്റ് ഒരു ഡാറ്റ എടുക്കാൻ വേണ്ടി ഞാൻ സാമ്പിൾ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സാമ്പിൾ പോസ്റ്റ് എന്ന സാധനം ഒരു ഫയൽ ഉണ്ടാക്കി. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് പോസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കോപ്പി ചെയ്തു. പോസ്റ്റിന് ടൈറ്റിൽ ഉണ്ട്,
let me make this body. Okay, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കഷൻ തന്നെ പോവാം. ഓക്കെ, സേവ് ചെയ്തു. ഇനി പോസ്റ്റ് ബ്ലോക്കിനകത്ത് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് ഫ്രം യു ദാറ്റ് സാമ്പിൾ ഡാറ്റ. ഈ സാമ്പിൾ ഡാറ്റയിലുള്ള പോസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. നൗ യു ഹാവ് യുവർ ബ്ലോക്ക്. ഇനി നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് നമുക്ക് ഡാറ്റ കിട്ടുമോ നോക്കാം ബ്ലോക്ക് വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? എവിടെ വരണം? കം ടു ഡിസൈൻ. ഡിസൈനിൽ വന്നിട്ട് എന്ത് ചെയ്യണം? തൽക്കാലം നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാക്കാം. ഓക്കെ, ആപ്പ് ബാറിൽ ആക്ഷനിൽ ഒരെണ്ണം കൂടി ഒരു ബട്ടൺ കൂടി ഉണ്ടാക്കുകയാണ്. ലെറ്റ് മീ ഹാവ് എ റിഫ്രഷ് ബട്ടൺ. ഐക്കൺ ബട്ടൺ ആവാതെ ഐക്കൺ ബട്ടൺ ഓൺ പ്രസ്ഡ്. ഓക്കെ, icons dot refresh എന്നൊരു ബട്ടൺ എഴുതി. and inside that button I'm going to call that block. നമ്മളിപ്പോൾ എഴുതിയ ആ ഒരു ബ്ലോക്കിനെ കോൾ ചെയ്യാൻ പോവാം. അതെങ്ങനെയൊക്കെ ചെയ്യാം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലോക്ക് നേരത്തെ നമ്മൾ പ്രൊവൈഡറിനെ ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ബ്ലോക്ക് പ്രൊവൈഡർ നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉള്ളിൽ കോൾ ദ ബ്ലോക്ക് പ്രൊവൈഡർ ഡോട്ട് ഓഫ്. Okay, and which block? I need the post block. Okay, context dot add. ഇവിടെ നമ്മൾ ഈ ഈവന്റ് എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാൻ പോവാണ്. ഏത് ഈവന്റ് ആഡ് ചെയ്യേണ്ടത്? ബ്ലോക്കിലേക്ക് നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റഡ് ഈവന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, പോസ്റ്റ് റിക്വസ്റ്റഡ് ഈവന്റ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലോക്കിൽ ചെല്ലും. ആ ഈവന്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് സ്റ്റേറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അതിനകത്ത് ഹാൻഡിൽ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ UI ഇതനുസരിച്ചുള്ള പോസ്റ്റാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ UI എഴുതി വെച്ചേക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പല സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് കാണിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ കോളം എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ വരണം. ഇവിടെ എഴുതുകയാണ് ഞാൻ. ഇത് ഇത്തരം കാര്യങ്ങൾ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ ലെറ്റ് മീ കോപ്പി ദാറ്റ് ഇൻ എ നോട്ട് പാഡ്. അതല്ലെങ്കിൽ പോയാലും റീറൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യാണ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? I'm going to have that expanded here. Expanded. The child should be a block builder. Okay. ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ബിൽഡറിനെ കോൾ ചെയ്തു. ബ്ലോക്ക് ബിൽഡർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബ്ലോക്ക് ബിൽഡറിന് എന്തൊക്കെ പാസ് ചെയ്യണം. ബ്ലോക്ക് ബിൽഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദാറ്റ്സ് എ വിഡ്ജറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ബ്ലോക്ക്? നമ്മളുടെ പോസ്റ്റ് ബ്ലോക്ക്. ദെൻ ഏതാണ് സ്റ്റേറ്റ്? നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് സ്റ്റേറ്റ്. നോ പോസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇനി ഇതിന് എന്തുണ്ടായിരിക്കും? ഒബ്വിയസ്ലി ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? ബിൽഡർ ഉണ്ടായിരിക്കും. ബിൽഡർ അക്സെപ്റ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ദെൻ ദ സ്റ്റേറ്റ്. ഓക്കെ, ഈ സ്റ്റേറ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ആൻഡ് നൗ യു ഹാവ് ഇഫ്. ഇവിടെ നിങ്ങൾക്ക് എഴുതാം ഇഫ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് ഇനീഷ്യൽ ആണെങ്കിൽ ദാറ്റ് മീൻസ് പോസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യണം? റിട്ടേൺ എ ടെക്സ്റ്റ് വിഡ്ജറ്റ്. നമ്മൾ കോപ്പി ചെയ്തപ്പുറത്ത് വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് വിഡ്ജറ്റ്. യുവർ പോസ്റ്റ് ആർ വെയിറ്റിംഗ് ടു ബി ലോഡഡ് എന്ന് കാണിക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത എൽസിഫ് എഴുതാണെങ്കിൽ എൽസിഫ് സ്റ്റേറ്റ് ഈസ്. ഈ സ്റ്റേറ്റ് ഈസ് ഇത് നമ്മൾ രണ്ട് ഇവിടെ കമ്പയർ ചെയ്ത് എന്താണ്? സ്റ്റേറ്റ് ഈക്വൽ ടു എന്നല്ല എഴുതിയത്, സ്റ്റേറ്റ് ഈസ് എന്നാണ് എഴുതിയത്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇതിന്റെ ടൈപ്പാണ് നമ്മൾ കമ്പയർ ചെയ്തേക്കുന്നത്. സ്റ്റേറ്റ് ഈസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ പോസ്റ്റ് സ്റ്റേറ്റ് ലോഡിംഗ് ആണെങ്കിൽ എന്ത് കാണിക്കണം? ആ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കണം. ദാറ്റ് ഷുഡ് ബി റിട്ടേൺ എ സെന്റർ. The child should be a circular progress indicator. And let me have the color. Color should be the pink. Pink.
pink. Okay, and put a semicolon, I think. Okay, and ഇവിടെ const ഒക്കെ add ചെയ്യാണ്ട്. This is a const text here, and this is return a constant, and that yellow lines are annoying. Okay, so add const properly. Then ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ എഴുതിയത് ഇതാണ് എഴുതിയത്. ഇനി താഴെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. else if എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഡഡ് ആണെങ്കിൽ, അതായത് ലോഡിംഗ് ആണെങ്കിൽ കാണിച്ചു. ഇനി else if നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് പോസ്റ്റ് സ്റ്റേറ്റ് ലോഡഡ് ആണെങ്കിൽ എന്ത് കാണിക്കണം? നമുക്ക് വേണ്ടത് that thing നമ്മൾ നേരത്തെ എഴുതി വെച്ച ആ ലിസ്റ്റ് വ്യൂ ബിൽഡറിൽ ഞാനിവിടെ എഴുതിയ നമ്മൾ കോപ്പി ചെയ്തിട്ട് കൊടുത്ത ലിസ്റ്റ് വ്യൂ ബിൽഡർ. ഓക്കെ, ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. എവിടം വരെ ഉണ്ടായിരിക്കും? ഇവിടം വരെ ഉണ്ടായിരിക്കും. That should be a list view builder. Okay, copy that, then come here. This is going to return that list view builder. This return statement ആയതുകൊണ്ട് ഇവിടെ സെമിക്കോളം ആണ്. ഓക്കെ, ഇനി one more thing is there. നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു റിട്ടേണും കൂടി ഉണ്ട്. else ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് റിട്ടേൺ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ സിംപ്ലി ഐ എം ഗോയിങ് ടു ഹാവ് റിട്ടേൺ എ കോൺസ്റ്റ് a center. I think we have that error. അപ്പോൾ ഒരു എററും കൂടി എഴുതണ്ടേ? അതൊന്നും മറന്നാണ്. else if state എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് പോസ്റ്റ് എറർ സ്റ്റേറ്റ് ആണെങ്കിൽ, എന്ത് ചെയ്യണം? ഇവിടെ this is going to return a center. The child should be a text widget. You can have that error. Text നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ഡോട്ട് മെസ്സേജ് കോൾ ചെയ്യാം. അതായത് നമ്മളവിടെ കൺസ്ട്രക്ടർ എഴുതിയിട്ടുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് എന്ത് എററാണോ ഒക്കർ ചെയ്ത് എറർ നിങ്ങൾക്ക് ത്രോ ചെയ്യിക്കാം. ദെൻ ഇതിൻ്റെ താഴെ ഒന്നും അല്ലെങ്കിൽ റിട്ടേൺ എ സെൻറ്റർ, ചൈൽഡ് ഷുഡ് ബി എ ടെക്സ്റ്റ്, സം എറർ occurred. Okay, save it and let me reboot this thing. Because build content does not include the provider of your choice. Okay, so we haven't passed the provider here. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രൊവൈഡറിനെ പാസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡർ നമ്മൾ പാസ് ചെയ്യുന്നത് പ്രൊവൈഡറല്ല, ബ്ലോക്ക് നമ്മൾ ബ്ലോക്ക് പ്രൊവൈഡർ എഴുതി നമ്മളിവിടെ ബ്ലോക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ലെറ്റ് മീ ക്രിയേറ്റ് പല രീതി ചെയ്യാം. നമുക്ക് റൂട്ട് ലെവൽ ഈ പേജിൽ മാത്രം ഹാപ്പൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ റൂട്ട് ലെവലിൽ കൊണ്ടുപോയി പാസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ദാറ്റ് ഷുഡ് ബി ദ പോസ്റ്റ്. ഒരു റാപ്പർ ക്ലാസ് ഉണ്ടാക്കിയാൽ മതി. അതിന്റെ പേര് നിങ്ങൾക്ക് പോസ്റ്റ് ആയതുകൊണ്ട് പോസ്റ്റ് റാപ്പർ എന്ന് കൊടുക്കാം. റാപ്പർ. ഓക്കെ, ആൻഡ് ദിസ് പോസ്റ്റ് റാപ്പർ എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ദിസ് ഈസ് ഗോയിങ് ടു ഹാവ് ദാറ്റ് ബ്ലോക്ക് പ്രൊവൈഡർ ആൻഡ് യു ഹാവ് ടു ക്രിയേറ്റ് ദ കോണ്ടാക്ട്സ്. ഏതാണ് ബ്ലോക്ക്? യുവർ പോസ്റ്റ് ബ്ലോക്ക്. ഓക്കെ, ദ ചൈൽഡ് ഷുഡ് ബി പോസ്റ്റ് ബ്ലോക്ക്. ഇതിന്റെ ചൈൽഡ് ആണ് ആര്? പോസ്റ്റ് പേജ്. ഓക്കെ, ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഡോട്ട് ഡാട്ടിൽ കോൾ ചെയ്തേക്കുന്നത് പോസ്റ്റ് പേജിനെയാണ്. ആൻഡ് നൗ ചേഞ്ച് ദിസ് ടു പോസ്റ്റ് റാപ്പർ. ഓക്കെ, ദെൻ റീബൂട്ട് ഇറ്റ്. നൗ യു ഹാവ് പോസ്റ്റ്. ഇവിടെ കണ്ടോ? പോസ്റ്റ് ആർ വെയിറ്റിംഗ് ടു ബി ലോഡഡ് എന്ന് വന്നു. ദെൻ റീബൂട്ട്, ക്ലിക്ക് ഹിയർ. നമ്മൾ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ അവിടെ റണ്ണായി. 2 seconds കഴിഞ്ഞപ്പോൾ നമ്മളുടെ പോസ്റ്റ് അവിടെ ലോഡായി. ഓക്കെ, പക്ഷെ ഇതെല്ലാം ഒന്നാണ്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എന്താണ് ചെയ്യാത്തത്?
റിട്ടേൺ ചെയ്ത് നമ്മൾ പോസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് ഹാർഡ് കോഡ് ചെയ്ത ടൈറ്റിലും അങ്ങനത്തെ കാര്യം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ആക്ച്വലി എവിടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, യു ഹാവ് ദാറ്റ് വേരിയബിൾ ഹിയർ സ്റ്റേറ്റ് ഡോട്ട് state dot post of title. Why it is not getting? And you need, this is an index, and index dot title, save it. Okay, and we haven't mentioned the length here. I don't have 10 post here. So I'm going to state dot post dot length, save it. Now you have 4 post here, and ഇത് എവിടുന്ന വന്നത്, നമ്മൾ സാമ്പിൾ പോസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ, ഇവിടുന്ന് വന്ന ഡാറ്റ ആണിത്. And let me add one more post here, and this is 3, this is 4, and this is 4, and let me add one more here, or 2 more, and this is 5, 6, 5, 6, and reboot this thing. Okay, and ഇവിടെ നോക്കുക, ഫ്ലോ നോക്ക്, നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈവന്റ് ബ്ലോക്ക് ക്ലിക്ക് ആഡ് ചെയ്തു, ബ്ലോക്ക് പോയിട്ട് എന്ത് ചെയ്തു, നമ്മളുടെ ഈ ലോജിക്ക് റൺ ആവും. ഇപ്പൊ നമ്മള് ലോജിക്ക് എന്താ റണ്ണായത്, ഈ ലോജിക്ക് റണ്ണായി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ആ പോസ്റ്റ് ഫെച്ച് ചെയ്ത് കാണിച്ചു. ഇതാണ് എന്ത്, നമ്മളുടെ ബേസിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എഴുതിയത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്തു, നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ പാർട്ടിൽ വരുന്ന ബ്ലോക്ക് നമ്മൾ സ്റ്റേറ്റ് മാനേജ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മൾ എഴുതി. ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ UI പാർട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതർ ലേയേഴ്സ്, ഇതിന്റെ അകത്തുള്ള നമുക്ക് എന്ത് ചെയ്യണം, API ഡാറ്റ ഫെച്ച് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് എഴുതിയേക്കുന്നതാണ്. നമുക്ക് API ഡാറ്റ എന്ത് ചെയ്യേണ്ടത്, ഫെച്ച് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ആർ ഗെറ്റിംഗ് ദിസ് തിങ്സ് പ്രോപ്പർലി. നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് മീ ഡൗട്ട്സ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ആയിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ വി ഹാവ് ദ ചാനൽ ഹിയർ, ടെലഗ്രാം ചാനൽസ് ഉണ്ട്, അതല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാനൽസ് ഉണ്ട്. ഫേസ്ബുക്ക് അല്ല, വാട്സപ്പിൽ നമ്മുടെ ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഡൊമൈൻ ലെയർ എങ്ങനെയാണ് എഴുതുന്നതാണ്. ഓക്കെ, now let's move into the domain layer. You already know from the previous video what comes under this domain layer. See, ഇതിൽ നമ്മൾ നോർമലി എഴുതുന്നത് യൂസ് കേസസ് എഴുതും, റെപ്പോസിറ്ററീസ് ഉണ്ടായിരിക്കും, then you have entities. Okay, entities are classes. That means നമുക്ക് പോസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത്, പോസ്റ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ, അല്ലെങ്കിൽ നമ്മളൊരു ഫെച്ച് പോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് ആക്ച്വലി ലിസ്റ്റ് ഓഫ് പോസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സ്ട്രീം. നമ്മളുടെ സാമ്പിൾ ഡാറ്റയിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു പോസ്റ്റിന് ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആൻഡ് മേ ബി സം അതർ ഡാറ്റ. ഈ പോസ്റ്റ് ഇട്ട യൂസർ ID കാണും, ദെൻ പോസ്റ്റിന് ID കാണും. അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ന്യൂ ഡയറക്ടറി കോൾഡ് entities. Okay, and inside this thing, it's not inside data, it's inside domain. Okay, then inside that entities I'm going to create a new dart file that is called post_entity. Okay, this is just a class post entity that extends from equatable. Okay, then we are going to define some properties here, a string title, then you can have a string body. Okay, you can have a final string title. Okay, then final string body,
Okay, then post has an ID, int ID, that is for post ID. Then you can have int user ID, that is for the user. Arano posted ad. Then we are going to create a constructor and named parameter required this dot body, required this dot ID, comma, required this dot title, required this dot user ID. Okay, then obviously we have to implement that override here. Let's click here, create one missing override. Okay, and this is going to return a list. We need to combine this dot title, this dot user ID, and this dot body, and this dot ID. Okay, and this is our entity. Nothing inside the entity, we just created a class. Okay, then we are going to create a repository. Okay, then we are going to create use cases. Okay, first we are going to create the use case. Okay, go to your domain layer, then create a folder again that is called use cases. And if we use case, use cases functionality use cases folder structured use cases folder. I'm going to create a new file called post underscore use case, and I'm appending the type of that thing, that either use case or entity. പിന്നീട് നിങ്ങൾക്ക് മൊത്തം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം സെർച്ച് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഈ ഒരു അപ്പൻഡ് ചെയ്ത വാക്കുകളുണ്ട്, യൂസ് കേസസ് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ് ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് യൂസ് കേസസ്. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ മെത്തേഡ്. യൂസ് കേസ് എന്തായിരിക്കും ചെയ്യുക, യൂസ് കേസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു റിക്വസ്റ്റ് ഇടുന്നത് എന്ത് ഡി ബിയിൽ പോയിട്ട് അല്ലെങ്കിൽ എ പി ഐയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഡാറ്റ എടുത്ത് വരണമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു റിക്വസ്റ്റ് ഒരു മെത്തേഡ് എഴുതുകയാണ്. ഐ എം ഗോയിങ് ടു ഹാവ് എ ഫ്യൂച്ചർ. ഓക്കെ, തിരിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, ഗെറ്റ് ഓൾ ദ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലിസ്റ്റ് ഓഫ് എന്തായിരിക്കും കിട്ടുന്നത്, പോസ്റ്റ് എൻറ്റിറ്റീസ് ആയിരിക്കും കിട്ടുന്നത്, പോസ്റ്റ് എൻറ്റിറ്റി. ദെൻ ഗെറ്റ് പോസ്റ്റ് ഫ്രം ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആൻ അസിങ്ക് മെത്തേഡ്. ദെൻ ഇതെന്ത് ചെയ്യും, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ സംതിങ്. റിട്ടേൺ ഇപ്പം ഞാൻ മാനുവലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ പോസ്റ്റ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പോസ്റ്റാണ്, നമ്മൾ സാമ്പിൾ പോസ്റ്റ്. പിന്നീട് നമ്മൾ എ പി എന്നുള്ള ഡാറ്റ ആക്കി അതിനെ മാറ്റും. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈ ഒരു ലിസ്റ്റ് റിട്ടേൺ ചെയ്യണം. ഇത് സത്യത്തിൽ എന്താണ്, ദിസ് ആക്ച്വലി യുവർ സാമ്പിൾ പോസ്റ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മളെ പോസ്റ്റിൽ എന്തില്ല, ഐ ഡി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ലെറ്റ്സ് റീറൈറ്റ് സംതിങ് ഹിയർ. See, post equal to final post equal to, ഇത് നമ്മൾ പിന്നീട് മാറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എററൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ആൻഡ് ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദിസ് ഷുഡ് ബി ലിസ്റ്റ് ഓഫ് പോസ്റ്റ് എൻറ്റിറ്റി ആണ്. പോസ്റ്റ് equal to just a post entity equal to എന്തായിരിക്കും, that should be post എന്ന് എഴുതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കാസ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ്, ലെറ്റ്സ് ഹാവ് ആൻ await here.
sync. Okay, so ഇത് നമ്മളിപ്പോൾ തൽക്കാലം എഴുതി വെച്ചതാണ്, പിന്നീട് അത് മാറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് ഗെറ്റ് പോസ്റ്റ് ഫ്രം ഡാറ്റ സോഴ്സ്. ആൻഡ് അത് തിരിച്ചു തരുന്നത്, ഈ മെത്തേഡിന് അത് തിരിച്ചു കിട്ടുന്നത് എന്തായിരിക്കും? പോസ്റ്റ് എൻറ്റിറ്റി ടൈപ്പിലുള്ള കുറേ പോസ്റ്റുകളായിരിക്കും തിരിച്ചു തരുന്നത്. ആൻഡ് നൗ go to your repository folder, and inside the post repository I'm going to create a repository here. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൊമൈൻ ലെയറിൽ വന്നിട്ട് ഒരു ന്യൂ ഡയറക്ടറി ഉണ്ടാക്കുക, ദാറ്റ് ഈസ് കോൾഡ് repositories. Okay, and inside that repository I'm going to create a new dot file called post repo, or you can have post underscore repository. Okay, then inside this thing I'm going to have an abstract class, okay, and that is post repo എന്ന് പറഞ്ഞൊരു abstract class ഉണ്ടാക്കി. ഇത് എന്ത് ചെയ്യും, ഈ ക്ലാസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, this is going to call future, this is going to return future a list of post entity. Okay, then get post from data source. Okay, we have a method here, abstract method here, and the implementation is not here. Actually the implementation നമ്മൾ ഇവിടെ അല്ല എഴുതുന്നത്, നമ്മുടെ ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞു ഈ റെപ്പോസിറ്ററി ഡൊമൈൻ ലെയറിലും ഉണ്ട് ഡാറ്റ ലെയറിലും ഉണ്ട്, ആൻഡ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ഇൻസൈഡ് ദിസ് ഡാറ്റ ലെയർ. ഓക്കെ, ഇവിടെ നമ്മൾ ജസ്റ്റ് അതിനൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ദിസ് ഇസ് യുവർ വാട്ട് ലെയർ, ഡൊമൈൻ ലെയർ. ദെൻ ഗോ ടു യുവർ ഡാറ്റ ലെയർ. നമ്മളുടെ ഡാറ്റ ലെയറിൽ വരും. ഡാറ്റ ലെയർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡാറ്റ ആണെന്ത് ആക്ച്വലി, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയറാണ് നമ്മളുടെ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ API റിക്വസ്റ്റ് ചെയ്യുന്നതും മോഡൽസും JSON to ഡോട്ട് കൺവേർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മളുടെ ഡാറ്റ ലെയറിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് 3 folders. One is called data sources. Okay, then another one is called models, and the last one is called repository, new directory called repository or repositories. Okay, then first we are going to create the model, and we know, let me take my Google Chrome, I'll show you the API. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഗൂഗിൾ ക്രോമിൽ വന്നിട്ട് JSON പ്ലേസ് ഹോൾഡർ എടുത്തു. നമ്മൾ ഫെച്ച് ചെയ്യാൻ പോകുന്ന ഡാറ്റ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു തരുന്ന ഡാറ്റ എന്ത് രീതിയിൽ ഇരിക്കും അതനുസരിച്ചുള്ള മോഡലായിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ പോസ്റ്റ് എൻഡ് പോയിന്റ് ഫ്രം ഹിയർ, ഗെറ്റ് ഓൾ പോസ്റ്റ് എൻഡ് പോയിന്റ് ആണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് പോസ്റ്റ്, ആൻഡ് ദിസ് ഈസ് ദ എൻഡ് പോയിന്റ് വി ആർ ഗോയിങ് ടു ഹിറ്റ്. നിങ്ങൾക്ക് ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ എന്ത് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മോഡലിനകത്ത് എന്ത് ചെയ്യണം, പോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് സത്യത്തിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇറ്റ് ഈസ് ലൈക്ക് യുവർ എൻറ്റിറ്റി മോഡൽ. അപ്പോൾ നമ്മൾ മോഡൽസിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഡയറക്ടറി that is called not new directory, it's a file, post underscore model, and this is a class post model extends. It is like your post entity, so you can have post entity. Okay, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ we need to have ഈ പോസ്റ്റ് മോഡലിൽ, അപ്പോൾ ഈ പോസ്റ്റ് എൻറ്റിറ്റിക്ക് കുറേ റിക്വയർഡ് പാരാമീറ്റർ ഉണ്ട്, and we need to have that constructor here, post model. Then post മോഡലിനകത്ത് എന്തുണ്ട്, ദിസ് ഡോട്ട് പോസ്റ്റ് മോഡൽ റിക്വയർഡ് ടൈറ്റിൽ, ഓക്കെ, റിക്വയർഡ് ബോഡി, ഓക്കെ, then required ID, required user ID. These are the fields, and we need to have that super keyword, super
super. Okay, then this should be this dot id, this dot body, and this dot user id. Okay, and I think everything should be a required thing. No, these are named parameters. It's my mistake. id. So let me rewrite this thing. I made a mistake here. I think this is id. Then body in the it is body, and the title in the that is title. Then user id in the user id. Okay, and put the semicolon here. And let me reformat this thing. Okay, now you have your constructor. ഇനി നമ്മൾ ഇതിനകത്താണ് എന്ത് സി നമുക്ക് API ഡാറ്റ കിട്ടുന്നത് എന്തായിട്ടായിരിക്കും JSON ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതിന് നമ്മൾ ഈ മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുള്ള മെത്തേഡ് നമ്മൾ ഇവിടെയാണ് എഴുതുക. I'm going to write a factory post model dot from JSON. Okay, and this is going to have a map. നമുക്ക് കിട്ടുന്നത് മാപ്പ് ആണ് API യിൽ നിന്നും. മാപ്പ് string dynamic. Okay, then നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മളെ മോഡലിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, this is going to return എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, പോസ്റ്റ് മോഡൽ. obviously post model. Title എന്ന് പറയുന്നത് JSON of title ആയിരിക്കും. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഈ കീവേഡ്സ് ഇവിടെ കൊടുക്കുന്ന കീവേഡ് നിങ്ങൾ JSON നമ്മളെടുത്ത JSON ഈ കീവേഡുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. യൂസർ ID, ടൈറ്റിൽ, ബോഡി എന്നൊക്കെ ഉള്ളത്. ഞാൻ ടൈറ്റിൽ കൊടുത്തു. ബോഡി എന്ന് പറയുന്നത് JSON ഓഫ് ബോഡി. ദെൻ ID എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി JSON ഓഫ് ID. ദെൻ ഇവിടെ this should be JSON of user ID. Okay, അവിടെ സ്പെസിഫിക്കലി ഈ I ക്യാപിറ്റൽ ആണ്, അപ്പോൾ അത് അതേപോലെ തന്നെ എൻ്റർ ചെയ്യണം. പുട്ട് സെമിക്കോളൻ here. And this is our model. വെരി സിമ്പിൾ. ഇവിടെ ഇനി ടു JSON ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഈ മോഡൽ ഉപയോഗിച്ച് ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിനുള്ള ടു JSON മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ഇത് നമ്മൾ നോർമലി API ഹാൻഡിൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ആ ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഈ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ലെയറിലായിരിക്കും വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മോഡൽസ് നമ്മൾ ചെയ്തു. ഇനി ലെറ്റ്സ് ഡിഫൈൻ ദ ഡാറ്റ സോഴ്സ്. നമ്മുടെ API നമുക്ക് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഡാറ്റ സോഴ്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പേര് ദിസ് ഷുഡ് ബി പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, ദെൻ ഈ പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, API ഹിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, വി നീഡ് ആക്ച്വലി HTTP പാക്കേജ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഗെറ്റ് ചെയ്യാം എന്ത് ഫ്ലട്ടർ pub-add HTTP. ഓക്കെ, അപ്പോൾ നമ്മുടെ HTTP പാക്കേജ് എന്ത് ചെയ്യും, നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. ദെൻ അത് ഇമ്പോർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ എഴുതിയ റിമോട്ട് പോസ്റ്റ് റിമോട്ട് സർവീസിൽ വന്നിട്ട് I'm going to have an abstract class post remote data source. Okay, and I have an method, abstract method in the future, that the return type എന്ന് പറയുന്നത് list of എന്തായിരിക്കും, post models. It's not post entity here because this is data layer. ഇവിടെ post models ആയിരിക്കും. Then get post from API. Okay, then ഇതിന്റെ implementation വരുന്നത് എവിടെ ആയിരിക്കും, നമ്മൾ താഴെ ഒരു ക്ലാസ് എഴുതും, അതിന്റെ implementation post remote data source IMPL implementation, and this implements that post remote data source, post remote data source. Okay, then ഇതിനകത്ത് എന്തായിരിക്കും ഒരു abstract method ഉണ്ട്, we need to
override that. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ one missing override, that is your abstract method. Let me follow this and you need to write your API logic here. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് HTTP ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഒരു വേരിയബിൾ ഉണ്ടാക്കി ഫൈനൽ ക്ലയൻറ്റ് ഈക്വൽ ടു HTTP dot client. Okay, and you need to import this HTTP, import package HTTP as HTTP. Okay, put a semicolon here. ഇനി നമ്മൾ ഈ ഫ്യൂച്ചർ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതണം. എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ലെറ്റ് മീ റൈറ്റ് എ ട്രൈ ഹിയർ. ട്രൈ ഇതിൽ എറർ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ സിമ്പിൾ ട്രൈ ക്യാച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാട്ട്സ് പാക്കേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾക്ക് ഐദർ ഡാറ്റ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എറർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഡാട്ട്സ് പാക്കേജ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ദാറ്റ് മേ ബി എ ബിറ്റ് കൺഫ്യൂസിങ് ഫോർ ദ ന്യൂ കമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോംപ്ലക്സിറ്റി ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അതായത് ജസ്റ്റ് ട്രൈ ക്യാച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളൂ. ആൻഡ് വാട്ട് വി ഹാവ് ടു ട്രൈ ഫൈനൽ ജസ്റ്റ് ഗെറ്റ് ദ റെസ്പോൺസ്. ഫൈനൽ റെസ്പോൺസ് ഈക്വൽ ടു എവിടുന്ന് കിട്ടണം, വി ഹാവ് ടു അവൈറ്റ്. സോ മേക്ക് ദിസ് ആൻ അസിങ്ക് ഫംഗ്ഷൻ. ഇതിനെ ഒരു അസിങ്ക് ഫംഗ്ഷൻ ആക്കുക, അവൈറ്റ്. ഓക്കെ, എന്തിനു വേണ്ടി അവൈറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ HTTP കിട്ടണം. ക്ലയൻറ്റ് ഡോട്ട് ഗെറ്റ്. ഓക്കെ, എന്താണ് ഗെറ്റ് ചെയ്യേണ്ടത്, നമുക്കിവിടെ ഗെറ്റ് ചെയ്യേണ്ടത് വി നീഡ് ടു ഹിറ്റ് ദാറ്റ് URL. അപ്പോൾ നമുക്കൊരു URI വേണ്ടി വരും. സോ കോൾ ദ URI യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ dot parse. Okay, then inside this paste your endpoint. This is the endpoint. ഇപ്പോൾ ഞാനൊരു ഒറ്റ എൻഡ് പോയിന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാനിവിടെ ഡയറക്റ്റ് എഴുതുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് പോയിന്റ്. ദെൻ ഇഫ് യു ഹാവ് സം ഹെഡേഴ്സ്, HTTP ഹെഡേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഓതന്റിക്കേഷൻ ഉണ്ട്, JWT ടോക്കൺ ഉണ്ട്, അങ്ങനത്തെ കാര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ ദ ഹെഡേഴ്സ് ഒരു മാപ്പ് ആയിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഹെഡേഴ്സ് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടന്റ് ടൈപ്പ് ഇടുന്ന വിചാരിക്കുക. കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് കണ്ടന്റ് ടൈപ്പ് ദാറ്റ് ഷുഡ് ബി application slash JSON ആണ്. application/JSON എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് റെസ്പോൺസ് ഇൻസൈഡ് ദിസ് റെസ്പോൺസ് വേരിയബിൾ. ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇത് എവിടെ ക്ലോസ് ചെയ്യുന്നത്, നമുക്ക് ഈ ഹെഡർ ഗെറ്റ് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് റെസ്പോൺസ്, ഇഫ് യു ഗെറ്റ് സം ഡാറ്റ, യുവർ റെസ്പോൺസ് കോഡ് HTTP ചാറ്റസ് കോഡ് എന്ന് വിളിക്കുന്നത് 200 ആയിരിക്കും. ഈക്വൽ ടു 200 ആണെങ്കിൽ എന്ത് ചെയ്യണം, ലെറ്റ് മി പ്രിന്റ് ദാറ്റ് റെസ്പോൺസ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഡീബഗ് പർപ്പസിന് വേണ്ടി. ആൻഡ് ഐ ജസ്റ്റ് മിസ്ഡ് ആൻ ഐ ഹിയർ. പ്രിന്റ്. ദെൻ ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ലിസ്റ്റാണ് ഇതിന്ന് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ, ലെറ്റ് മീ ഹാവ് എ ലിസ്റ്റ് ഡൈനാമിക്. ഓക്കെ, റെസ്പോൺസ് ബോഡി ഈക്വൽ ടു എന്ത് ചെയ്യണം, JSON ഡീകോഡിനെ കോൾ ചെയ്യണം. JSON ഡീകോഡ്. ആൻഡ് ദിസ് ഇസ് നോർമൽ യുവർ API ഹാൻഡ്ലിംഗ്. റെസ്പോൺസ് ഡോട്ട് ബോഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങോട്ട് വന്നു, ഈ വേരിയബിൾ ഉണ്ടായിരിക്കും റെസ്പോൺസ് ബോഡി എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ലിസ്റ്റിലേക്ക് മാറ്റണം. ഫൈനൽ ലിസ്റ്റ് എന്താക്കണം, പോസ്റ്റ് മോഡൽ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം. ആൻഡ് ലെറ്റ് മീ ഹാവ് ദാറ്റ് പോസ്റ്റ് ഈക്വൽ ടു എന്താക്കി മാറ്റണം, റെസ്പോൺസ് ബോഡി എടുത്തിട്ട് റെസ്പോൺസ് ബോഡി ഡോട്ട് മാപ്പ്. ഓക്കെ, ദെൻ ഓരോ പോസ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ചെയ്യാം, മാപ്പ് എടുത്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് മോഡലിനകത്തുള്ള പോസ്റ്റ് മോഡൽ ഡോട്ട് അതിനകത്തുള്ള ഫ്രം JSON എടുത്തു. ഫ്രം JSON ആരെ പാസ് ചെയ്ത് കൊടുക്കണം, JSON പാസ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എല്ലാതും കൂടി എന്താക്കി മാറ്റണം, ലിസ്റ്റാക്കി മാറ്റണം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. നമുക്ക് ആക്ച്വലി കിട്ടുന്ന ബോഡിയിൽ എന്തുണ്ട്, മൊത്തത്തിലുള്ള ഡാറ്റ ഉണ്ട്, JSON സ്ട്രിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കീ വാല്യൂ പെയർ ആയിട്ട് ഒരു
ഫസ്റ്റ് ആ മാപ്പിൽ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിനെ നമ്മളുടെ മോഡലിലേക്ക് മാറ്റും. എന്നിട്ട് അതിനെ ഒരു ലിസ്റ്റിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഐട്രേഷൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ ശേഷം മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, ഇതിനെ ലിസ്റ്റാക്കി മാറ്റി ഈ പോസ്റ്റ് എന്നുള്ള ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യും, സേവ് ചെയ്തു. ഓക്കെ, then after this you have to return what, your post list, because നമ്മുടെ റിട്ടേൺ ടൈപ്പ് എന്താണ്, ലെറ്റ് മീ ഫോർമാറ്റ് ദിസ്. നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും, ട്രൈ എഴുതി നിർത്തിയേക്കാണ്. ഓക്കെ, ദെൻ എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്യാച്ച് ദാറ്റ് എറർ. ഓക്കെ, ക്യാച്ച് ദാറ്റ് എറർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ്, ഇവിടെ ഒരു ഇഫ് ഉണ്ട്, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് an else here, else. Okay, and you can throw something, throw exception. ഞാൻ പറഞ്ഞു ഡാർട്സ് പാക്കേജ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എറേഴ്സിനെ കറക്റ്റായിട്ട് ലോഡ് പോസ്റ്റ്, ഫെയിൽ ടു ലോഡ് പോസ്റ്റ്. ഓക്കെ, ആൻഡ് എറർ APIയിൽ നിന്ന് വന്ന എറർ നിങ്ങൾക്ക് ത്രോ ചെയ്യിക്കാൻ വേണ്ടി ത്രോ എക്സെപ്ഷൻ, ദെൻ സെയിം ഫെയിൽ ടു ലോഡ്, or you can have that E. ഓക്കെ, ഇപ്പം നമ്മളുടെ നമ്മൾ എഴുതി, നമ്മളുടെ പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ് നമ്മൾ എഴുതി. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളൊരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടാക്കി, അബ്സ്ട്രാക്ട് ക്ലാസ് അതിനകത്തൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു ക്ലാസ് ഉണ്ടാക്കി, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെത്തേഡിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. അവിടെ നമ്മൾ API ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി API എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്തു, ഹെഡേഴ്സ് പാസ് ചെയ്തു. റെസ്പോൺസ് 200 ആണെങ്കിൽ എന്ത് ചെയ്തു, ആ ജേസൺ ബോഡിയെ നമ്മൾ ഡീകോഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മളുടെ പോസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് ഒരു ലിസ്റ്റ് ഓഫ് ഡാറ്റ വന്നുകൊണ്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, ലിസ്റ്റ് ഓഫ് പോസ്റ്റ് മോഡലാക്കി മാറ്റണം. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ദ ഐഡിയ ഇസ് ക്ലിയർ. ഓക്കെ, സോ നൗ യുവർ ഡാറ്റ സോഴ്സ് ഇസ് ഓവർ and post model we wrote it, and now you have to write your repository. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ റെപ്പോസിറ്ററി ഉണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ എഴുതുകയാണ് എന്ത്, പോസ്റ്റ് റെപ്പോ. ഇവിടെയാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്, പോസ്റ്റ് റെപ്പോ ഇംപ്ലിമെൻറ്റേഷൻ. ഇവിടെ നമ്മൾ ഡൊമൈൻ ലെയറിൽ എന്തേ ചെയ്തിട്ടുള്ളൂ, ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് എന്തേ ചെയ്തിട്ടുള്ളൂ, അതിനകത്തൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതി വെച്ചിട്ടുള്ളൂ. ദെൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് ഈ ഡാറ്റ ലെയറിനകത്ത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്. ഓക്കെ, സോ കം ടു യുവർ ഡാറ്റ ലെയർ ആൻഡ് പോസ്റ്റ് റെപ്പോസിറ്ററിയിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ദ ക്ലാസ് ഹിയർ ആൻഡ് പോസ്റ്റ് റെപ്പോ ഇംപ്ലിമെൻറ്റേഷൻ എന്നൊരു ക്ലാസ് ഉണ്ടാക്കി. ദാറ്റ് ഇംപ്ലിമെൻറ്റ്സ് വാട്ട്, യുവർ പോസ്റ്റ് റെപ്പോ. ഇത് പോസ്റ്റ് repo, and this is from your domain layer. Then അപ്പോൾ ഇതിനകത്തൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്. ആ അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അബ്സ്ട്രാക്ട് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, then come here, you need to implement that abstract method. ഇവിടെ എന്താ ചെയ്യേണ്ടി വരിക, ഇവിടെ ചെയ്യേണ്ടത് വെരി സിമ്പിൾ. ദിസ് ഫ്യൂച്ചർ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ API കോൾ ചെയ്യണം. അതെവിടെ കിടക്കുന്നത്, API കോൾ ചെയ്യുന്നത് ഏത് ക്ലാസ്സിലാണ്, ഈ ക്ലാസ്സിലാണ് ഇത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കണം. എവിടെ, ഈ പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ് മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാക്കും. ഇതിൻ്റെ പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ബിക്കോസ് ഇത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഈ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു അതിനകത്തൊരു കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് തിങ്. അതായത് ഈ അബ്സ്ട്രാക്ട് ക്ലാസ് അങ്ങനത്തെ കുറേ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ കം ഹിയർ, ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ്, ആൻഡ് ദിസ് ഈസ് പോസ്റ്റ് റിമോട്ട് ഡാറ്റ സോഴ്സ് ഈക്വൽ ടു, you can't create I think you can't create an object of post remote data source. Post remote ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് അബ്സ്ട്രാക്ട് ക്ലാസ് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, പാരന്റ് ക്ലാസ് ഇതായതുകൊണ്ട് ഇതായിരിക്കും ടൈപ്പ്. ദെൻ ഇനി എന്ത് ചെയ്യണം,
ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുള്ള API കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്, ഫൈനൽ പോസ്റ്റ് ഈക്വൽ ടു എന്ത് ചെയ്യണം, അവൈറ്റ് ചെയ്യണം. അവൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഈ മെത്തേഡ് എന്തായിരിക്കണം, അസിങ്ക് ആയിരിക്കണം. Then we are awaiting for that thing, post remote data source dot c get post from API. Okay, and finally this is going to return what, your post. Okay, ഒന്നുകൂടി പറയാം. നമ്മൾ എന്ത് ചെയ്തു, റെപ്പോസിറ്ററിക്കകത്ത് നമ്മൾ ആ ഒരു ഗെറ്റ് പോസ്റ്റ് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തു. ബിക്കോസ് ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് റെപ്പോ നമ്മളുടെ ഡൊമൈൻ ലെയറിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അബ്സ്ട്രാക്ട് ക്ലാസ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമ്മൾ എഴുതിയത് എവിടെയാണ്, ഡാറ്റ ലെയറിലാണ് എഴുതിയത്. ഓക്കെ, ദെൻ റീഫോർമാറ്റ് ദിസ് തിങ്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ എവിടെ പോകണം, നമ്മളുടെ ലെറ്റ്സ് ഗോ ടു യുവർ യൂസ് കേസസ് ഫസ്റ്റ്. നമ്മളവിടെ യൂസ് കേസിൽ പോവാം. പോസ്റ്റ് യൂസ് കേസിനകത്ത് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് എന്താണ്, ഇങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മളൊരു ഓൾ പോസ്റ്റ് വേരിയബിൾ ഉണ്ടാക്കി അത് റിട്ടേൺ ചെയ്യണം. ആൻഡ് ലെറ്റ് മീ റീപ്ലേസ് ദിസ് തിങ്. നമ്മളുടെ ആ ലെയറിൽ വന്നിട്ട് ഡൊമൈൻ ലെയറിലെ യൂസ് കേസസിൽ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആരുടെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം, പോസ്റ്റ് റെപ്പോ എന്ന് പറയുന്ന ആളുടെ ഇൻസ്റ്റൻസ്. ഓക്കെ, അതിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല ബിക്കോസ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് റെപ്പോ ഇംപ്ലിമെന്റേഷൻ ഉണ്ട്, അതിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. അതെവിടെ എഴുതിയത്, ഇപ്പോൾ നമ്മളുടെ ഡാറ്റ ലെയറിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റ് റെപ്പോ ഈ സാധനം, അതായത് ഡാറ്റ ലെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇതിന്റെ ഇൻസ്റ്റൻസ് ആണ് നമ്മൾ എവിടെ ഉണ്ടാക്കിയത്, ഇവിടെ ഉണ്ടാക്കിയത്. ഇനി ഈ ഇൻസ്റ്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഈ മെത്തേഡിനെ കോൾ ചെയ്യാം. ആ മെത്തേഡിനെ കോൾ ചെയ്താൽ അത് ആരെ കോൾ ചെയ്യും, അത് ലിറ്ററലി പോയിട്ട് എന്ത് ചെയ്യും, ഡാറ്റാ സോഴ്സിനകത്തുള്ള ഗെറ്റ് പോസ്റ്റ് ഫ്രം API കോൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, പോസ്റ്റ് കിട്ടും. ആ പോസ്റ്റ് ആയിരിക്കും നമുക്ക് എവിടെ കിട്ടാൻ പോകുന്നത്. അതിന്റെ ടൈപ്പും പോസ്റ്റ് മോഡലിന്റെ ടൈപ്പൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും, എൻറ്റിറ്റി അത് റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, സോ ഐ ക്യാൻ ഹാവ് ഫൈനൽ പോസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും ചെയ്യേണ്ടി വരും, await, then call the post repo dot, now you can see get post from data source. Okay, then this is going to return post. Okay, or s കൂടുതലുണ്ടോ post. Okay, so അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ യൂസ് കേസ് നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ, ഐ തിങ്ക് ഇത് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബ്ലോക്കിൽ വരിക. ബ്ലോക്ക്, ഇവിടെ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. ഇവിടെ നമ്മളൊരു ഫ്യൂച്ചറാണ് എഴുതിയിട്ടേക്കുന്നത് ബ്ലോക്കിനകത്ത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ആ ബ്ലോക്കിനകത്തു നിന്നാണ് ആരെ കോൾ ചെയ്യേണ്ടത്, ആ യൂസ് കേസിനെ നമുക്ക് കോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ഫ്രം ഹിയർ. ഒന്നുകൂടി എഴുതാം. ഓക്കെ, ഇത് ഞാൻ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു പ്രിന്റ് ചെയ്യാൻ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ്, അതായത് ഈ ഇവന്റ് ട്രിഗർ ചെയ്താൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് ഉള്ള മെസ്സേജ് കിട്ടും. ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് എ ട്രൈ ഹിയർ. എന്താ ട്രൈ ചെയ്യേണ്ടത്, ഫൈനൽ പോസ്റ്റ് ഈക്വൽ ടു എന്തായിരിക്കും, അവൈറ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണ്, പോസ്റ്റ് യൂസ് കേസിൽ പോവുക. പോസ്റ്റ് യൂസ് കേസസ് ഡോട്ട് ഗെറ്റ് പോസ്റ്റ് ഫ്രം ഡാറ്റ സോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, പോസ്റ്റ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു ഹാവ് എമിറ്റ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിനകത്ത് ഡാറ്റ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ, എന്ത് എമിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. അതായത് ഇപ്പോൾ പോസ്റ്റ് കിട്ടി, ഒരു പോസ്റ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എമിറ്റ് ചെയ്യാൻ എന്നുള്ള സ്റ്റേറ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് എമിറ്റ് ചെയ്യാം. അതിനകത്ത് ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് ടു എമിറ്റ് ദ ഡാറ്റ. നിങ്ങൾക്ക് ആ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ എമിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് ഡാറ്റ ഉണ്ട് എന്നുള്ള നമുക്ക് ഡാറ്റ കിട്ടും അതിനകത്ത്. എമിറ്റ് പോസ്റ്റ് സ്റ്റേറ്റ് ലോഡഡ് എന്ത് ചെയ്യണം, എമിറ്റ് ചെയ്യണം. പോസ്റ്റ് സ്റ്റേറ്റ് ലോഡഡ് എന്തായിരിക്കും എമിറ്റ് ചെയ്യേണ്ടത്, പോസ്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, എമിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, put a semicolon here. Why this error?
Okay, and post state loaded nagathu നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് വേണ്ടത് പോസ്റ്റിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാനുവലി എഴുതിയ ടൈപ്പാണ് ഇവിടെ. ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ദിസ് ഷുഡ് ബി ഓഫ് ടൈപ്പ് പോസ്റ്റ് entity. Okay, then come here, post പേജിൽ പോസ്റ്റ് ബ്ലോക്കിൽ പോസ്റ്റ് പേജിൽ ഇവിടെ ഉണ്ടായിരിക്കും. വിൽ ഫിക്സ് ദാറ്റ്. ഇവിടുത്തെ പോസ്റ്റ് ബ്ലോക്കിനകത്തുള്ള എറർ പോയിന്റ് ഇനി ഇവിടെ എന്ത് ചെയ്യണം? വി നീഡ് ടു ക്യാച്ച് ദിസ് തിങ്. ക്യാച്ച് എന്തെങ്കിലും എറർ പറ്റിയാൽ നമുക്ക് എന്തായി എമിറ്റ് ചെയ്യേണ്ടി വരിക? എമിറ്റ് നമ്മളുടെ പോസ്റ്റ് എറർ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? പോസ്റ്റ് സ്റ്റേറ്റ് എറർ എമിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യണം. ആ മെസ്സേജ് എന്ന് പറയുന്നത് ലെറ്റ് മീ പാസ് ദാറ്റ് ഈ ഡോട്ട് നമുക്ക് തിരിച്ചെന്ത് കിട്ടും? ഒരു എറർ കിട്ടുമല്ലോ. ആ എറർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പാസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അതായത് നമ്മൾ പോസ്റ്റ് യൂസ് കേസസ് പോയിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് എടുക്കാൻ പറയുന്നു. അയാൾ പോയിട്ട് എന്ത് ചെയ്യും? റെപ്പോസിറ്ററിയോട് പറയും. ആ റെപ്പോസിറ്ററി പോയിട്ട് അടുത്ത ലെയറിൽ പോകുന്നു. അങ്ങനെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ചിത്രത്തിൽ കണ്ട പോലെ ഫ്ലോ ചെയ്ത് വരും. ഇപ്പൊ നമ്മളെ ഡാറ്റ വന്നു ഈ പേജിൽ. ഇവിടെ എറർ ഉണ്ടായിരിക്കും. ഇവിടുത്തെ എറർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മാറ്റി. അതായത് ഇതെന്താക്കി? പോസ്റ്റ് മോഡലാക്കി മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? പോസ്റ്റ് ഇൻഡെക്സ് ഡോട്ട് നിങ്ങൾക്ക് ടൈറ്റിൽ കിട്ടും. സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് that should be dollar post state നെ കോൾ ചെയ്യണം. സ്റ്റേറ്റ് ഡോട്ട് പോസ്റ്റ് ഓഫ് ഇൻഡെക്സ് ഡോട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് മിസ്സായിട്ട് അതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. Okay, dot body. Okay, and this unnecessary use of string interpolation. Okay, don't worry, നമുക്ക് ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആപ്പ് ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അതിലൊരു എക്സ്പേർട്ട് ആവുന്നില്ല. പക്ഷെ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രോജക്റ്റ് ഫോർ യു ടു ട്രൈ API ഹാൻഡ്ലിംഗ് യൂസിങ് ബ്ലോക്ക് ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായിട്ട് API ഹാൻഡ്ലിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് എടുക്കുക. അതിന് ഇതിൽ കുറച്ച് ചെയ്ത് ആദ്യം ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണുക, ആ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആൻഡ് ഞാനും ഇതേ ഒരു ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അതായത് ബ്ലോക്കോ അത്ര വലിയ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ്. അതായത് ഐ തിങ്ക് നമ്മൾ എന്താ പറയുക, ആ UI പഠിക്കാനെടുത്ത അത്രയും ഒരു കോംപ്ലക്സിറ്റി പോലും ഈ ബ്ലോക്ക് എഴുതി പഠിക്കാൻ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അതിനൊരു നമ്മളൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു നോഷനിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതൊരു വലിയ ഹ്യൂജ് എന്തോ ഒരു വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് അതിനെ ഒന്ന് മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ റൺ ദിസ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ APIസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഞാൻ എല്ലാ ഫോൾഡേഴ്സും ഒന്ന് എന്ത് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, വൈ ദിസ് മച്ച് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്? അതായത് ഓക്കെ, യു ജസ്റ്റ് ഡിഡ് എ സിമ്പിൾ API തിങ് ആൻഡ് ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് വിൽ റീപ്ലേസ് എവറിത്തിങ് വിത്ത് ദ ഡാർട്സ് പാക്കേജ് വെച്ചിട്ട് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് വെച്ച് നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ മാറ്റാമെന്ന് ഞാൻ കാണിച്ചു തരും. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് ബ്ലോക്ക് സീരീസ് ഹിയർ ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. അപ്പോൾ അത് മൊത്തം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് ഇനിയുള്ള വീഡിയോസൊക്കെ ബ്ലോക്കുമായി റിലേറ്റ് ചെയ്താൽ ചെയ്യാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് യൂസിങ് ബ്ലോക്ക്, ഫയർബേസ് എങ്ങനെ ചെയ്യാം, ത്രെഡ് ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സ്റ്റേറ്റ് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ആളുകളും ജോബ്സ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവർ ആപ്പ് ഈസ് റണ്ണിങ് ഹിയർ. Let me fetch some data. Click here. See the magic. You got the data. Okay, and this is from എവിടുന്ന് വന്നതാണ്? നമ്മളുടെ APIയിൽ പോയി ഹിറ്റ് ചെയ്ത് വന്നതാണ്. ഞാനിവിടെ ലെറ്റ് മീ മേക്ക് സം എറേഴ്സ് ഹിയർ. മാനുവലി ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് എൻ്റെ റിമോട്ട് ഡാറ്റ സോഴ്സിൽ വന്നിട്ട് എന്തെങ്കിലും എറർ നമുക്ക് ഇവിടെ
വരുത്തിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. അതായത് ഞാനിവിടെ ഒരു എക്സ്ട്രാ ഇ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഒന്ന് സേവ് ചെയ്തു, റീബൂട്ട് ചെയ്യാം. ഓക്കെ, റീബൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? സി യു ഹാവ് ആൻ എക്സെപ്ഷൻ ഹിയർ ആൻഡ് യു ഗോട്ട് എറർ ക്ലയൻറ്റ് എക്സെപ്ഷൻ. ഇത് നമ്മൾ എക്സാക്ട് സോക്കറ്റ് എക്സെപ്ഷൻ വന്നു, ഫെയിൽ ടു ഹോസ്റ്റ് ഹുക്ക്, ഹോസ്റ്റ് ലുക്കപ്പ് എന്ത് ചെയ്തു. അതായത് ഈ ഒരു API എൻഡ് പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ഒരു എക്സ്ട്രാ ഇ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് എല്ലാം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഇനിറ്റ് സ്റ്റേറ്റിൽ ലോഡ് ചെയ്യണമെങ്കിലോ ഈ ആപ്പ് ലോഡായി വരുമ്പോൾ തന്നെ ഇത് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലെറ്റ് മീ ഗോ ടു ദ പോസ്റ്റ് പേജ്. നമ്മളുടെ ആപ്ലിക്കേഷൻ ലെയറിൽ വരിക, ഫീച്ചേഴ്സിൻ്റെ ഉള്ളിൽ പോസ്റ്റിൻ്റെ ഉള്ളിൽ പോസ്റ്റ് പേജിൽ വരിക. ആൻഡ് നമ്മളിപ്പോൾ ഇതിനെ ഹിറ്റ് ചെയ്തത് എവിടെയാണ്? നമ്മളുടെ ബട്ടൺ ക്ലിക്കിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇതിനെ കോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് പേജിനകത്ത് ഇപ്പം ഞാൻ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ് ഉണ്ടാക്കിയത്. ലെറ്റ് മീ മേക്ക് ദിസ് സ്റ്റേറ്റ്ഫുൾ തിങ്, സ്റ്റേറ്റ്ഫുൾ. ദെൻ ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഇനിറ്റ് സ്റ്റേറ്റ് ഹിയർ, ഇനിറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ഇനീഷ്യലി ഈ പേജിൽ ഓടായി വരുമ്പോൾ എന്ത് ചെയ്യണം? ഐ നീഡ് ടു കോൾ ദ ബ്ലോക്ക്, കോൾ ദ ബ്ലോക്ക് പ്രൊവൈഡർ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ആൻഡ് ദ ബ്ലോക്ക് എന്ന് പറയുന്നത് യുവർ പോസ്റ്റ് ബ്ലോക്ക് ആണ്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ഡോട്ട് ഇനീഷ്യലി എന്ത് ചെയ്യണം? നമ്മളുടെ ഏത് ഈവൻ്റ് ആഡ് ചെയ്യണം? പോസ്റ്റ് ഗെറ്റ് ചെയ്യാനുള്ള ഈവൻ്റ് ആഡ് ചെയ്യണം. പോസ്റ്റ് റിക്വസ്റ്റ് ഈവൻ്റ് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഓടായി വരുമ്പോൾ തന്നെ എന്ത് ചെയ്തു, അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, നൗ ലെറ്റ്സ് റീബൂട്ട്. നമ്മളുടെ ആപ്പ് നമ്മൾ റീബൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് വരണം? സി ഇത് കണ്ടോ, നമ്മളുടെ ആ ഒരു പോസ്റ്റ് ഈ പേജിൽ ഓടായി വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ ആക്ച്വലി ഗെറ്റിംഗ് തിങ്സ്. ആൻഡ് ഇവിടെ നമ്മളുടെ ഇതൊക്കെ ബ്ലോക്ക് ഇനീഷ്യലൈസ്ഡ് മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റൻസ് ഓഫ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? ഡാറ്റാ സോഴ്സിനകത്ത് നമ്മളൊരു പ്രിന്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ. ദിസ് പ്രിന്റ്, ദിസ് ഈസ് യുവർ, ഇഫ് യു റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് ബോഡി എന്ന് ഞാൻ എഴുതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടണം? ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. അതിനകത്തുള്ള ബോഡി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇനീഷ്യലൈസ് കിട്ടേണ്ടി. ഇതുണ്ടോ, യു ഗോട്ട് ഓൾ ദ പോസ്റ്റ് ഫ്രം ഹിയർ. ഇതിനകത്തുള്ള പോസ്റ്റൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത് എല്ലാതൊന്നും വന്നിട്ടില്ല, പക്ഷേ ഒരേപോലത്തെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാതും വരാത്തത്. ഓക്കെ, നോ ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ സ്വിച്ച് ടു ദ തീം നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. ദെൻ എഗെയിൻ ഞങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യണം? ലെറ്റ് മീ റിക്വസ്റ്റ് വൺസ് അഗെയിൻ. ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കണ്ടോ, ആ ഇക്വേറ്റബിൾ ഉള്ളതുകൊണ്ടായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാത്തത്, ഒന്നുകൂടി റൺ ചെയ്ത്, ബിക്കോസ് ദർ ഈസ് നോ ചേഞ്ച് ഹിയർ. ഇവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇക്വേറ്റബിൾ എന്ന് പറയുന്ന പാക്കേജ് ആക്ച്വലി ചെയ്യുന്നത് എന്തായിരിക്കും? ഇക്വേറ്റബിൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഇൻസ്റ്റൻസ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യാനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റബിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് സം ലിറ്ററേച്ചർ, ഐ വിൽ ഷോ യു. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ ഇക്വേറ്റബിൾ used to simplify the process of implementing equality checks for Dart objects. Dart object equality check implement when working with the Dart and Flutter. And see, you have some classes that represent data models. നമുക്ക് ഈ ക്ലാസ്സസ് കമ്പയർ ചെയ്യേണ്ടി വരും. ഡീലിംഗ് വിത്ത് സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്യുമ്പോഴാണ് അത് മോസ്റ്റ് ഓഫ് നമ്മൾ ഈ ഇക്വേറ്റബിൾ ഉപയോഗിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമ്മൾ ഈക്വൽ ടു കമ്പാരിസൺ എഴുതി കമ്പയർ ചെയ്യുന്നതിന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്താ അതിന് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ അസ്യൂം ചെയ്യുക. ഇപ്പൊ ഞാൻ ഇത് ലോഡ് ചെയ്തു, നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഡാറ്റ ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ലോഡ് ചെയ്യാൻ പറയാണ്. യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ദ സെയിം ഇൻസ്റ്റൻസ്. ഈ സെയിം ഇൻസ്റ്റൻസ് തന്നെയാണ് പിന്നെയും വരാൻ പോകുന്നത്. അവിടെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നുകൂടി റീലോഡ് ചെയ്ത് ഒന്നുകൂടി ആ സ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഈ രണ്ട് ക്ലാസ് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്തില്ല, ആ ഒബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. അതിനായിരിക്കും ഈ ഇക്വേറ്റബിൾ, അങ്ങനത്തെ പേർപ്പസിനായിരിക്കും ഇക്വേറ്റബിൾ ഉപയോഗിക്കുന്നത്.
ഓക്കെ. സോ അപ്പോൾ നമ്മളിവിടെ ഇക്വേറ്റബിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മളിതിൽ ചെയ്യുക ഇതിൻ്റെ ഫ്യൂച്ചർ വീഡിയോസ്. ആൻഡ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ വീഡിയോസ് ഉണ്ടായിരിക്കുള്ളൂ. ബിക്കോസ് ഇത് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്ത് നോക്കാനുണ്ടായിരിക്കും. ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കിത് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. ഇതിനോട് ബ്ലോക്ക് പഠിക്കണമെന്ന് നല്ല താല്പര്യമുള്ളവർക്ക്. ആൻഡ് ദിസ് ഇസ് എ ഗുഡ് വീഡിയോ ഫോർ യു. ഞാൻ നേരിട്ടൊരു ബുദ്ധിമുട്ട് യൂട്യൂബിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതൊന്ന് പഠിച്ചത്. ആൻഡ് ആ സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ. ദെൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഡൗട്ട്സൊക്കെ അല്ലെങ്കിൽ റെഫർ ചെയ്ത് പറയാറൊക്കെ ഉണ്ട്. ഓക്കെ. സോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മുഴുവൻ കാണണം. കാണാത്തവർ പഴയ വീഡിയോ കാണാത്തവർ കാണണം. ബിക്കോസ് ഈ ആർക്കിടെക്ചറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്താണ്. അതൊന്ന് കാണാൻ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസും പുതിയ ബ്ലോക്ക് വീഡിയോസും ഞാൻ ചെയ്യും. ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. ഇതിലേക്ക് എന്ത് ചെയ്യും, ഡാട്സ് പാക്കേജും ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ടെസ്റ്റിംഗ് പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ എം ഹാപ്പി ടു ഷെയർ മൈ നോളജ് വിത്ത് യു. ഓക്കെ. സോ വാച്ച് ദ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൺസിഡർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ബിക്കോസ് ഐ വിൽ ഡു വീഡിയോസ് കണ്ടിന്യൂസ്ലി. ഓക്കെ. ആൻഡ് ഐ തിങ്ക് മൈ ചാനൽ ഈസ് യൂസ്ഫുൾ ഫോർ യു. Okay. So thank you for watching. We'll see you in next video. Okay.